ശരീരത്തിന് സൗഖ്യമുണ്ടായിരിക്കും. അഥവാ ശരീരത്തിന് സൗഖ്യം എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ മനസ്സിനെവിടെയോ വേദനയോ പ്രയാസമോ ഉള്ളതുകൊണ്ടാണ്. മനസ്സിൻ്റെ വേദന കർത്താവ് മാറ്റുമ്പോൾ ശരീരം ഓക്കെ ആവും. നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം എൻ്റെ വായ്ക്ക് അവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തിയിരിക്കുന്നു. അത് പുതിയ നിയമത്തിലേക്ക് നോക്കിയുള്ളൊരു പ്രവചനമാണ്. അത് 91 സങ്കീർത്തനത്തിലോ 90 സങ്കീർത്തനത്തിലോ 103 സങ്കീർത്തനത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ വായ്ക്ക് നന്മ കൊണ്ട്. എന്താണ് നന്മ? ഏറ്റവും വലിയ നന്മ നമുക്ക് ലഭിക്കാവുന്നത് ദൈവത്തിൻ്റെ വചനം ആകുന്ന ക്രിസ്തു. ആ വെളിപ്പാട് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 10 അധ്യായത്തിൽ അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിനകത്തും വായ്ക്ക് സമീപവും അല്ലെങ്കിൽ നമ്മുടെ നാവിലും അല്ലെങ്കിൽ വായ്ക്കകത്തും എന്ത് തന്നിരിക്കുന്നു? ദൈവത്തിൻ്റെ വചനം തന്നിരിക്കും. അപ്പോൾ നമ്മൾ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കണം, ആത്മാവേ എൻ്റെ വായെ എൻ്റെ നാവിനെ ഇളക്കി എൻ്റെ അന്തരംഗത്തിൽ നീ ഇട്ടിരിക്കുന്ന ആ പ്രാർത്ഥന വെളിപ്പെടണമേ, ആ വചനം വെളിപ്പെടുത്തണമേ. ഇത് വെളിപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ നാവിലുണ്ടാകുന്ന നന്മ നിങ്ങൾക്ക് സമൃദ്ധിയെ കൊണ്ടുവരും, ആരോഗ്യം കൊണ്ടുവരും, നിങ്ങളുടെ മനസ്സിന് സമാധാനം കൊണ്ടുവരും. സ്തോത്രം. എന്നോട് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. ഒറ്റ പ്രശ്നം പോലും ഇല്ല. ഞാൻ വെല്ലുവിളിക്കാം, കർത്താവിൽ ആശ്രയിച്ച്, എന്നിൽ ആശ്രയിച്ചത്. നിങ്ങളൊരു പ്രശ്നം കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ കർത്താവ് അതിനെ നോക്കി പുഞ്ചിരിക്കും. സ്തോത്രം. കർത്താവ് അതിനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ എന്തിനാ ഭാരപ്പെടുന്നേ? കർത്താവ് ഇത് വലിയ വിഷയമാണ്. ആർക്ക്? നിനക്ക്. എനിക്കിതൊരു, നമ്മുടെ ഭാഷയെ പറഞ്ഞ കർത്താവ് പറയും, ഇങ്ങനെ എത്ര ഞാൻ കണ്ടത്. സ്തോത്രം. നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. സഭയോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യർ നമ്മളെ ഒറ്റപ്പെടുത്താം, അവർക്കത് മനസ്സിലാകാത്തത് കൊണ്ട്. പിന്നത്തേതിൽ നമ്മൾ ചിരിക്കും. ഞാൻ അല്പം സഭാചരിത്രത്തിലേക്ക് കടക്കുകയാണ്, നിങ്ങളെ ബലപ്പെടുത്താനും ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനും. കേരളക്കരയിൽ വലിയ ശക്തമായ ഒരു ഉണർവ് 1800-കളിൽ ആരംഭിച്ചത്. പിൽക്കാലത്ത് അത് മർത്തോമാക്കാരെന്നറിയപ്പെടുന്ന സഭക്കാരുടെ ആരംഭം അങ്ങനെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ചലനമാണ് ആ കാലഘട്ടത്തിൽ. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയെന്ന് പറഞ്ഞാൽ യാക്കോബായ സഭ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ പൗരോഹിത്യം മാറി പട്ടത്വം, ഇത് തമ്മിലുള്ള വ്യത്യാസം മാറി അബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം എടുത്ത് ശക്തമായി ഉപയോഗിച്ചു. വലിയ ഉണർവ് ദൈവം ദേശത്ത് കൊണ്ടുവന്നു. അന്ന് ഒരുപാട് പേര് വിശ്വാസത്യാഗം സഹിച്ചു. ഒരു പുതിയ രീതിയിലുള്ള കുർബാന നടത്തുവാൻ അബ്രഹാം മൽപ്പാൻ്റെ അനന്തരവൻ അദ്ദേഹം നിയോഗിച്ചു. എന്നാൽ സഭാജനങ്ങളെല്ലാം കൂടി വന്നപ്പോൾ അദ്ദേഹം ഭയന്നുപോയി. പഴയ രീതിയിൽ അദ്ദേഹം കുർബാന അർപ്പിച്ചു. അത് അബ്രഹാം മൽപ്പാൻ്റെ മനസ്സിന് വലിയ വേദനയായി പോയതായി ചരിത്രം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവ അത്ഭുതം ചെയ്തിട്ട് ഒരു പുതിയ കൂട്ടർ അങ്ങനെ എഴുന്നേറ്റു. അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ താല്പര്യം സുവിശേഷ താല്പര്യമായിരുന്നു. മർത്തോമ മൂവ്മെൻറ്റ് എന്ന് ഞാൻ വിളിക്കുന്ന ആ മൂവ്മെൻറ്റിനെ ഉപയോഗിച്ച് ദൈവം ഒരുപാട് ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ട്. എന്നാൽ നിങ്ങൾ അറിയണം, നിങ്ങളിൽ പലർക്കും അറിഞ്ഞുകൂടാത്തൊരു ചരിത്രം മർത്തോമ സമുദായക്കാർക്കുണ്ട്. വലിയ ഒരു വില ആ കാലത്ത് അവർ കൊടുത്തിരുന്നു. ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ നസ്രാണികളുടെ വലിയ അറിയപ്പെടുന്ന സഭയാണ്. ആ വലിയ സുറിയാനി പള്ളിയിൽ കുർബാന നടത്തുവാൻ ഇനി മർത്തോമാക്കാർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് യാക്കോബ സമുദായക്കാർ വാദിച്ചു. മർത്തോമാക്കാർ കേസിന് പോയി. അവർ കേസ് തോറ്റു. അവർക്ക് സ്ഥലമൊന്നുമില്ലാതെ അവർ പടിയിറങ്ങി. ഒരു ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് മലയാളികളുടെ ഇടയിൽ ഏറ്റവും അധികം സഭകൾ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ, സഭയെന്നൊന്നും ഞാൻ പറയില്ല, കെട്ടിടങ്ങളുള്ള കൂട്ടരെന്ന് അവരെ ദൈവം ധാരാളം സമ്പത്ത് കൊണ്ടും ധനം കൊണ്ടും അനുഗ്രഹിച്ചു. ഒരുപക്ഷെ കത്തോലിക്കരും മർത്തോമക്കാർക്കുമാണ് ഏറ്റവും അധികം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരു സമയത്ത്, പ്രത്യേകാൽ വെളിപ്പെട്ട സത്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലനിൽക്കുമ്പോൾ ആരംഭത്തിൽ വേദന വരും, ഒറ്റപ്പെടൽ വരും. എന്നാൽ പിന്നത്തേതിൽ ആ വെളിപ്പാടിൻ്റെ കൂടെ ദൈവം നിൽക്കും. ഇത് മറക്കരുത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലും ദൈവം തന്ന വെളിപ്പാടുകളുടെ കൂടെ ഞാൻ നിൽക്കുക. അതിന് വേദനയുണ്ട്, ഒറ്റപ്പെടലുണ്ട്.
അതിന് എല്ലാവരും പറയുന്നത് പോലെ പ്രസംഗിക്കാനും എല്ലാവരും പറയുന്ന സത്യങ്ങൾ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ദൈവത്തിന് ഇങ്ങനെ കുറെ പേരെ വേണം. എല്ലാവരും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ ആവശ്യമില്ല, എല്ലാവരും വർഷിപ്പ് ലീഡ് ചെയ്യുന്നത് പോലെ ആവശ്യമില്ല, എല്ലാവരും പ്രസംഗിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ ദൈവത്തിന് ആൾക്കാരെ ആവശ്യമില്ല. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം പറയുന്നത് പ്രസംഗിക്കുവാൻ. ഇന്ന് മർത്തോമക്കാരെന്ന് പറയുമ്പോൾ പലർക്കും അഭിമാനമാണ് അല്ലേ? അങ്ങനല്ലേ? നിങ്ങളൊക്കെ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നില്ല? ഞാനങ്ങനെ ആയിരുന്നു. എൻ്റെ അമ്മ മർത്തോമക്കാരിയായിരുന്നു. അഭിമാനത്തോടെയാണ് എൻ്റെ അമ്മ പറയുന്നത് അന്നത്തെ കാലത്ത്. എന്നാൽ നിങ്ങൾ അറിയണം, അന്ന് മർത്തോമക്കാരെന്ന് പറയുന്ന അഭിമാനത്തിൻ്റെ പുറകിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ നിന്ന അനുഭവിച്ചവരാ. അവരെ രണ്ടാം തരക്കാരെന്ന് വിളിച്ചവരാ. ഇനി ഒരു തലമുറ കഴിഞ്ഞാൽ, ഇന്ന് പെന്തിക്കോസ്തുകാരെന്ന് പറയുമ്പോൾ ഒരു തലമുറയിൽ പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞവർ കൊടുത്ത വില അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, വീട്ടിൽ നിന്നും പുറത്തിറക്കി, ആഹാരം കൊടുക്കത്തില്ല, പൂർവ്വപിതാക്കന്മാർ പറഞ്ഞ താല്പര്യങ്ങൾക്കെതിരായി നീ പോയി സ്നാനപ്പെട്ടു, വെള്ളത്തിൽ മുങ്ങി, അതുകൊണ്ട് വീട്ടിൽ കയറണ്ട, ആഹാരം തരത്തില്ല, അപ്പൻ്റെ സ്വത്തിൽ നിന്ന് ഒരു സെന്റ് പോലും തരത്തില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതൊന്നുമല്ല വിഷയം, ഞങ്ങൾക്ക് സ്വർഗത്തിലൊന്ന് വെച്ചിട്ടുണ്ട്. ഇന്ന് അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുന്നത് കണ്ടാൽ they are blessed. അവർ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാ. അപ്പന്മാരുടെ ആ തീഷ്ണത അവർക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുക. എന്നെ ദൈവം അങ്ങനെ പ്രാർത്ഥിപ്പിക്കുകയാണ്. എനിക്ക് അവരുമായി അശേഷം ബന്ധമുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ദൈവം അങ്ങനെ ഒരു പ്രാർത്ഥനയിലേക്ക് എന്നെ ഈ നാളുകൾ കൊണ്ടുപോവുകയാണ്. പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ 2, 3 തലമുറയിൽ തീ ഇറങ്ങട്ടെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളും ദൈവം കണ്ട ഒരു വിശ്വാസത്തിൽ ഇറങ്ങിയതാ. അനേക വെളിപ്പാടുകൾ ഇവിടെ പറയുവാൻ, അഥവാ നിങ്ങൾക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കാത്ത അനേക വെളിപ്പാടുകൾ എനിക്കുണ്ട്, കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷേ അത് അറിയിക്കേണ്ട സമയത്ത് കർത്താവ് തന്നെ പതുക്കെ 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 നിങ്ങളെ അറിയിക്കും. എല്ലാ വെളിപ്പാടും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു 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 വെറുതെ ഒരു എക്സാമ്പിൾ പറയാണ്, ഇതിനകത്ത് ആരും ഒഫൻഡഡ് ആകണ്ട, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. തിരുവത്താഴ ശുശ്രൂഷ എന്ന് നമ്മൾ ഇന്ന് പറയുന്ന തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ഒരു അഭിപ്രായം പറയുകയാണ്. നിങ്ങളങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, കേട്ടാൽ മതി. ഒരു അഭിപ്രായം പറയാം. കർത്താവ് തൻ്റെ ശരീരം മുറിക്കുവാൻ, അത് നടക്കാൻ പോകുന്ന ക്രൂശ് മരണത്തെ കാണിക്കാൻ, സൂചിപ്പിക്കാൻ, നടക്കാൻ പോകുന്നതിനെ സൂചിപ്പിച്ചതാണ്. അപ്പം എടുത്തു, അതിനെ നുറുക്കി, ഇതെന്ത് പറഞ്ഞു? അതിനുശേഷം എന്ത് സംഭവിച്ചു? അത് സംഭവിച്ചു, അവിടെ പൂർത്തിയായി. അപ്പം ഞാനൊരു ചോദ്യം നിങ്ങൾ ചെയ്യാൻ, നമ്മൾ മുറിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ ഈ മുറിക്കുന്നത്? അപ്പം ഒന്നാണോ എന്നല്ലേ പറഞ്ഞേ? ഞാൻ ചോദ്യം നിങ്ങളോട് ചോദിച്ചതാ. കാര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ പരമ്പരയായിട്ട് ഇങ്ങനെ എന്തോ ചെയ്യുന്നു, ഏതാണ്ട് ചെയ്യുന്നു. ഹൃദയം എവിടാ? ഹൃദയം മുഴുവൻ ലോകത്തിലും. ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ പൂർവ്വപിതാക്കന്മാർ എന്തോ ചെയ്തു, അത് ഞങ്ങളും വിശ്വസ്തരായി തുടരുന്നു. എന്നിട്ട് ഇടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, അറിയാതെ, പൂർവ്വപിതാക്കന്മാരുടെ വെളിച്ചം ഞങ്ങൾക്ക്. അതിനകത്തുള്ള മൗഢ്യം നിങ്ങൾ തിരിച്ചറിയണം. പൂർവ്വപിതാവ് 5ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. പൂർവ്വപിതാവിനെ പോലെ എന്നെ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്ന് പറയാറില്ല. അവർ പറയാറില്ല, എൻ്റെ മക്കൾ എന്നേക്കാൾ ശ്രേഷ്ഠരാകണമെന്ന് പറയാറുണ്ട്. ഇന്ന് ഞാൻ ഈ സഭയോട് പറയുന്നു, എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വെളിപ്പാടും ക്രിസ്തുവിൽ തൻ്റെ ഇടവും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാവട്ടെ. ഞങ്ങളുടെ വെളിച്ചം കണ്ടേച്ചു അല്ല നമ്മുടെ മക്കൾ വരേണ്ടേ, യേശുവിൻ്റെ വെളിച്ചം. ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം, അവർ ക്രിസ്തുവിനെ കാണണം. എൻ്റെ ഒരു ആഗ്രഹമാണ്, നമ്മുടെ തലമുറ എല്ലാ തലമുറയിലും കർത്താവിന് വരവ് വരെയും 1ാം നിരയിൽ നിൽക്കണം. അഹങ്കാരത്തിനല്ല, സ്ഥാനത്തിനല്ല, യേശുവിൻ്റെ കൂടെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിപ്പിക്കുന്ന രീതിക്ക് അകത്തൊതുങ്ങാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളും അങ്ങനെ ആകരുത്. എന്തോ പുതിയത് കർത്താവിന് തരാനുണ്ട്. ദൈവദാസന്മാരുടെ ജോലി എപ്പോഴും അങ്ങോട്ട് നീട്ടിക്കാൻ, അവിടെ യേശു, അതാണ് യേശു. യേശു വരുന്നത് വരെ മോശ പറഞ്ഞു, വേറൊരാൾ വരാനിരിക്കുന്നു, എനിക്ക് ന്യായപ്രമാണമേ എനിക്ക് തന്നിട്ടുള്ളൂ. ഏലിയാവ് എഴുന്നേറ്റിച്ച് പറഞ്ഞു, വേറൊരാൾ വരുന്നു, എൻ്റെ ജോലി ജാതികളുടെ മുമ്പിൽ തീ ഇറക്കാന്ന് മാത്രമേ ഉള്ളൂ, എന്നേക്കാൾ ശ്രേഷ്ഠനൊരാൾ വരുന്നുണ്ട്. ഒടുവിൽ അവൻ വന്നു. ഇനി നിങ്ങൾ എന്നെ അങ്ങ് അകത്തേക്ക് എടുത്തേച്ചാ മതി. നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവർ ഇവനെയാ കാണേണ്ടത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, നമ്മുടെ കൂട്ടായ്മയിൽ ആര് ശുശ്രൂഷിച്ചാലും കർത്താവിനെ കാണാം. ഇത് നിങ്ങൾ മനഃപൂർവ്വമായി പ്രാർത്ഥിച്ചാൽ അത് നടക്കും. വിശ്വസിക്കുന്നുണ്ടോ?
സംഭവിക്കും. പിന്നെ ഞാൻ നിങ്ങളോടൊരു കൊച്ചു കാര്യം കൂടെ പറയാം. നമ്മുടെ ഈ തലമുറയിൽ കർത്താവിന് വേണ്ടി കുറച്ച് നിന്നയൊക്കെ കാണും കേട്ടോ. പ്രയാസം തോന്നില്ല, കുറച്ച് കാണും. ഇത്രയൊക്കെ ഇന്ന് സത്യം അറിയാമെന്ന് പറഞ്ഞാലും ദൈവവചനം ഇന്ന് പ്രസിദ്ധമാണ്. നമുക്കൊരുപാട് മാധ്യമങ്ങളുള്ളത് കൊണ്ട് ദൈവവചനം പ്രസിദ്ധമാണ്. നിങ്ങൾ അറിയണം, ദൈവവചനം പ്രസിദ്ധമാണെങ്കിലും ചുരുക്കം പേരെ ദൈവവചനം അറിയുന്നുള്ളൂ. കുറച്ചു പേരെ അറിയുന്നുള്ളൂ. ഇങ്ങനൊരു സഭ അല്ലെങ്കിൽ ഇങ്ങനെ വെളിപ്പാടുള്ള സഭയെ കുറ്റം പറയുവാൻ ഇഷ്ടംപോലെ ആൾക്കാർ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഒരു നിന്നയുണ്ട്, ഏക്കാൻ മനസ്സുണ്ടോ? എല്ലാ തലമുറയിലും അതുണ്ട്. മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാകത്തില്ല, എന്തിനത് ചെയ്യുന്നു. ഒരുപാട് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന എൻ്റെ ഒരു അങ്കിൾ, അദ്ദേഹം കർത്താവിനോട് ചേർക്കപ്പെട്ടു. അദ്ദേഹം ഡോക്ടറായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക വന്ന 1960കളുടെ ആരംഭത്തിൽ അദ്ദേഹം അമേരിക്ക വന്നതാണ്. അദ്ദേഹം ഒരുപാട് സുവിശേഷ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ എന്നെ വളരെ സ്നേഹമുണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഞാനിവിടെ വന്ന് ഇങ്ങനൊരു ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന വ്യക്തിയാണ്, സ്നാനപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാഞ്ഞത് ഇവൻ എന്തിന് ഇങ്ങനെ ചെയ്യണം, അത് മർത്തോമക്കാരുടെ ഇടയിൽ എന്തിന് ഇവൻ ഇങ്ങനെ ചെയ്യണം. അദ്ദേഹത്തിന് അത്രേ വെളിപ്പാടുള്ളൂ. എന്നോട് അതെനിക്കൊരു പ്രയാസം, ഞാനൊന്നും പറയാൻ പോയില്ല. കാരണം എന്നേക്കാൾ പ്രായമുള്ള, എൻ്റെ അപ്പൻ്റെ പ്രായമുള്ള മനുഷ്യനോട് ഞാൻ എന്ത് പറയാൻ, ഞാനൊന്നും പറഞ്ഞില്ല. കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കട്ടെ, കർത്താവ് മനസ്സിലാക്കി കൊടുക്കട്ടെ. കർത്താവ് മനസ്സിലാക്കി കൊടുത്തില്ലെങ്കിൽ അതവിടെ കിടക്കട്ടെ. എനിക്ക് നിത്യതയിൽ എന്തുണ്ട്, എനിക്കൊരു പ്രതിഫലമുണ്ട്. എല്ലാവരെയും സന്തോഷിപ്പിച്ച് എല്ലാവരെയും ആനന്ദിപ്പിച്ച് നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ ദൈവമക്കൾ ചിന്തിക്കരുത്. എവ്രിബഡി ഈസ് നോട്ട് ഗോയിങ് ടു ബി, എല്ലാവർക്കും തൃപ്തമാകുമെന്ന് വിചാരിക്കരുത്. കർത്താവ് തൃപ്തനാണോ എന്ന് ചിന്തിച്ചാൽ മതി. അവിടെയാ നിലനിൽപ്പ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് തന്ന വെളിപ്പാടുകൾ മുറുകെ പിടിച്ച് സന്തോഷത്തോടെ നിങ്ങളായിരിക്കണം. അതിനകത്ത് ഞാൻ പറയട്ടെ, ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിച്ചില്ലല്ലോ, നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും കാര്യം കർത്താവ് നടത്തിക്കോളും. നാളെ നിങ്ങളുടെ തലമുറ, എൻ്റെ തലമുറ എഴുന്നേൽക്കുമ്പോൾ അവർ പറയും, ദൈവം ഞങ്ങളുടെ അപ്പന്മാരെ സൂക്ഷിച്ചെന്ന് ഞങ്ങൾക്കറിയാം. ആ ദൈവം ഞങ്ങളോട് വിശ്വസ്തനാണ്. എന്നാൽ അപ്പൻ്റെ അമ്മയുടെ വെളിച്ചം കൊണ്ടല്ല, അത് യേശു ഞങ്ങൾക്ക് നേരിട്ട് തരുന്ന വെളിച്ചം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നമ്മളത് ചിന്തിച്ചേച്ചാൽ മതി. കേരളത്തിലെ പെന്തിക്കോസ്തുകാരോ മർത്തോമക്കാരോ മാത്രമല്ല, ക്രൈസ്തവ ചരിത്രത്തിൻ്റെ, ക്രൈസ്തവ ലോകത്തിൻ്റെ ചരിത്രമാണ് പ്രിയരെ. എവിടെയെല്ലാം ക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഉണർവുണ്ടായിട്ടുണ്ട്. എവിടെയെല്ലാം ഉണർവുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഉപദ്രവം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നത്തേതിൽ ജയിച്ചു നിൽക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കേണ്ടി വന്നാൽ അത് സന്തോഷമെന്നും ലാഭമെന്നും എണ്ണണം. യെസ്. എന്നാൽ ഞാൻ ഈ കാര്യത്തിൽ ഭാഗ്യവാനാണ്. കാരണം നിന്ദിച്ചവർ പലരും പിന്നീട് വന്ന് ഞങ്ങൾക്കാണ് തെറ്റുപറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്, അതൊരു വലിയ അനുഗ്രഹമാണ്. അതൊരു സാധു കൊച്ചുകുഞ്ഞു ഉപദേശി പറഞ്ഞതുപോലെ പാരിതിലും അദ്ദേഹം പറഞ്ഞ രീതി, എടാ ഈ ലോകത്തിലും നന്മകളുണ്ടോ, എന്നാൽ അദ്ദേഹത്തെ പഠിപ്പിച്ചു വെച്ചിരുന്നത് നന്മകൾ മുഴുവൻ സ്വർഗത്തിൽ ചെന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് പുള്ളിക്കാരനെ ആരാണ്ട് അനുഗ്രഹിച്ചപ്പോൾ പുള്ളി എന്താ പറഞ്ഞത്, പാരിതിലും, അതായത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല, എന്നാൽ ഈ പാരിലും ചില നന്മകൾ ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്കിതിനകത്തൊക്കെ വല്ല അംഗീകാരമോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ കാണുന്നത് ഇങ്ങനെയാണ്, കർത്താവെ പാരിലും ഈ നന്മകൾ തന്നതിനായി സ്തോത്രം. മനസ്സിലായോ? റൈറ്റ് ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? അങ്ങനെ ഒന്ന് നോക്കിയാൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന എല്ലാവരും എത്ര നിങ്ങളെ ബലപ്പെടുത്താനും അവർ നിങ്ങളാൽ ബലപ്പെടുത്താനും നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ലോകത്തെ ഒന്ന് നോക്കിക്കേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിക്കേ. നീയും ഉണ്ട്, സമ്മതിച്ചു. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ അറിയുന്നവരും കർത്താവിനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നവരുമാണ്. ആ ക്രിസ്തു ഈ പകൽക്കാലം ഇവിടെ ഉണ്ട്. അവൻ്റെ വചനമാണ് നമ്മൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മുഖവരയായിട്ട് പറഞ്ഞ ബ്രദർ, ഞാനൊന്നും അറിഞ്ഞില്ല. നമ്മൾ ഭയപ്പെടണ്ട. ഈ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഉറപ്പിക്കാൻ ശത്രു പലതുമൊക്കെ പറഞ്ഞിരിക്കാം. വി ഡോണ്ട് കെയർ, വി ഡോണ്ട് ബോദർ. ഏതായാലും ഇതൊരു ഹാബിറ്റ് ആക്കണ്ട, പറഞ്ഞോണ്ടോ, ഇത് ഹാബിറ്റ് ആക്കണ്ട. എനിക്ക് 35 വയസ്സായി. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഏതാണ്ട് അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, വെട്ടുക്കിളി നശിപ്പിച്ച വർഷങ്ങളെ തരും, നിന്റെ യൗവനം പുതുക്കി വരുത്തും. അപ്പം എനിക്ക് 35 വയസ്സായി. ഹല്ലേലൂയ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇനിയും കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പറയുന്നു, അങ്ങനെ തോന്നിയാൽ ഈ സബ്ജക്റ്റ് എടുത്തു കൊണ്ട് പറയാണ്, ലോകത്തിൽ എൻ്റെ പ്രായത്തിലുള്ള എത്രയോ ദൈവദാസന്മാർ ഒരു നേരം ആഹാരം കഴിക്കാനില്ലാതെ, അവരുടെ മക്കളുടെ ഭാവി എന്തെന്നറിയാതെ, മക്കളെ കാണാൻ പറ്റുമോ എന്നറിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇന്നലെ മുഴുവൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ സഭ അങ്ങനെയുള്ള ദൈവദാസന്മാരെ മാനിക്കുന്നവരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര പേർ എന്നോട് ചേർന്ന് അത് പ്രാർത്ഥിക്കാം? ഐ എം സോ ബ്ലെസ്ഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, വളരെ ബ്ലെസ്ഡാണ്. അപ്പന്, അമ്മ, പ്രിയപ്പെട്ടവർ, സ്നേഹിക്കുന്നവർ, ഇവരുടെ ചുറ്റും നിന്നുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. സ്തോത്രം. പക്ഷേ ഇന്ന് സഭായോഗം നടത്തിയാൽ തല വെട്ടുമെന്ന് പറഞ്ഞിട്ടും ധൈര്യത്തോടെ ഭാര്യയും ഭർത്താവും കൈപിടിച്ച് ദൈവം അവരെ കണ്ടെടുത്ത് വന്നു കുത്തിയിരുന്ന് 5 പേരായിരിക്കും വരുന്നത്. ആ 5 പേര് വരുന്നത് യേശുവിനെ കുറിച്ച് അശേഷം അറിഞ്ഞുകൂടാത്തവർ വരും. എന്ന് പറയും, നമുക്ക് കൈയടിക്കാം, നമുക്ക് പാട്ട് പാടാം. ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും മലയാളത്തിലില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവദാസന്മാരുണ്ട്. എൻ്റെ ഹൃദയം മുഴുവൻ അവരുടെ കൂടെ ഇന്ന്. അവരെ കർത്താവ് മാനിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ പഠിപ്പിക്കണം. സ്തോത്രം. നിങ്ങൾ എന്നെ മാനിച്ചതിന് നന്ദിയുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ഗോഡ്. ഓക്കെ, നമ്മൾ വരുന്ന ഒരാഴ്ച മുഴുവൻ വി ആർ ടേക്കിംഗ് റെസ്റ്റ്. അതിനൊരു പ്രമാണമുണ്ട്. വിതച്ച് കഴിഞ്ഞിട്ട് വിതക്കാരൻ ആ സ്ഥലത്തെ ഒന്ന് അഭിഷിക്തൻ മാറി നിൽക്കേണ്ടുന്നൊരു സമയമുണ്ട്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മളൊരു 40 ദിവസം തികയ്ക്കാൻ വേണ്ടി അല്ല ഉപവസിക്കുന്നു. ഇത് ഒരു എന്തെങ്കിലുമൊക്കെ കാണിക്കുന്ന സഭയല്ല. നമ്മളിവിടെ വന്നിരിക്കുന്നത് ബുദ്ധിയോടെയും പരിജ്ഞാനത്തോടെയും ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വചനം പറഞ്ഞ് പ്രത്യേകാൽ ഈ വർഷം നടത്തിപ്പാൽ വന്നത് ജോയ്മോൻ പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ വളരെ ശക്തമായി ദൈവം പ്രവർത്തിച്ച അനേക വിടുതലുകൾ ഞാനിപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ദൈവം അയച്ചു. ബസ് പീപ്പിൾ ആർ ഫുൾ. അനേകർ തൃപ്തരായി, സന്തോഷമായി, തൃപ്തരായി. പിന്നെയും നമ്മൾ പ്രസംഗിച്ചിരിക്കുന്ന അർത്ഥമില്ലാത്തത് കൊണ്ട് നൗ യു ടേക്ക് റെസ്റ്റ്. സ്വസ്ഥമായി ദൈവസന്നിധിയിൽ ഇരുന്ന് നേരിട്ട് ദൈവമായി ചിലത് പ്രാപിച്ചിട്ട് നമുക്ക് പിന്നെയും സന്തോഷത്തോടായിരിക്കും. എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ? ഇനി അഥവാ ആർക്കെങ്കിലും അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ യു ഗിവ് മി എ കോൾ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഫോൺ ലൈൻ നടത്താൻ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ വരാൻ തയ്യാറാണ്. ഇനി ഒന്ന് വിളിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവവചനത്തിലേക്ക് കടക്കാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെൻ ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുകയാത്മാവിൻ തിരുശക്തിയാ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമേൻ പേർക്കു നീ. അമേൻ. ഓ നീക്കം വരാത്ത നിൻ വാഗ്ദത്തമേൻ നോവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. അപ്പാ, ഹൃദയ നുറുക്കോടെ കടന്നു വന്ന മക്കളുണ്ട്, ഹൃദയഭാരത്തോടെ വന്നവരുണ്ട്. അവർക്ക് വചനം തന്നെ നീ കൊടുക്കണം. വചനം കൊണ്ട് മാത്രമേ ഞങ്ങൾ തൃപ്തരാകാൻ ഒക്കത്തുള്ളൂ. നീ അങ്ങനെയാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്.
അതുകൊണ്ട് ഈ പകൽക്കാലം ഹൃദയം നുറുങ്ങിയവർക്ക് പ്രത്യാശയായ കർത്താവെ, ബ്ലെസ് ദം, അവരെ അനുഗ്രഹിക്കണം. അവർ അകം നിറഞ്ഞ് തൃപ്തിയോടെ ഉറപ്പോടെ അവർ പോകട്ടെ. കർത്താവെ, ദൈവവചനം, ജീവൻ്റെ വചനം, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകുമെന്ന് ഞങ്ങൾ ഓരോരുത്തരും പറയുവാൻ, ഞങ്ങളുടെ തലമുറ പറയുവാൻ തക്കവണ്ണം ആ വചനം, ക്രിസ്തുവിൻ്റെ വചനം ഈ പകൽക്കാലം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. ജനത്തിൻ്റെ ഹൃദയത്തെ നിനക്ക് തരികയാണ്, അവരുടെ മനസ്സിനെ തരികയാണ്, അവരുടെ പ്രവണതകളെ തരികയാണ്, അവരുടെ ഹാബിറ്റ്സിനെ ഞാൻ തരികയാണ്. അവരെ പൂർണ്ണമായി ഞാൻ നിനക്ക് സമർപ്പിക്കുക. ഇത് നിൻ്റെ ജനമാണ്, ഞാൻ നിൻ്റേതാണ്, ഞങ്ങൾ നിൻ്റേതാണ്, ഞങ്ങൾ നിന്നിലാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമുക്ക് 5-ാമത്തെ വാക്യം തൊട്ട് താഴോട്ട് വായിച്ച് കർത്താവ് നമുക്ക് തരുന്ന ദൂതുകളെ നമുക്ക് ഏറ്റെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ. എപ്പോഴും കർത്താവ് വഴക്ക് പറയുന്നവനല്ല. കർത്താവ് നമ്മളെ ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തുന്നവനാണ്, നമ്മളെ പഠിപ്പിക്കുന്നവനാണ്, നമ്മൾ ഫലം കായ്ക്കുന്നതിനു വേണ്ടിയിട്ട്. സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പിന്നെയും പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾക്ക് യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. എന്നിട്ട് നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. ആദ്യത്തെ ആ വരികളിൽ നമ്മൾ അറിയേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ തുടങ്ങിയത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഒന്ന്, ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഒരർത്ഥം ഇതാണ്, പ്രാർത്ഥനയിൽ ഒരു വേർപാടുണ്ട്. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. ആ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ചേർന്ന് സ്തോത്രം പറയട്ടെ. അപ്പച്ചനും അമ്മച്ചിക്കും നമ്മുടെ അത്രയും വെളിപ്പാടില്ലായിരുന്നെങ്കിൽ അവർക്ക് പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് പുതിയ നിയമത്തെക്കുറിച്ചോ ഒന്നും അറിയത്തില്ലായിരുന്നു. എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് നിർധനനായിരുന്നെങ്കിലും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവത്തിന് കൊടുക്കുന്നതിന് അപ്പച്ചൻ വലിയ പ്രത്യേകതയുണ്ട്. എന്നോട് ആ ദേവദാസൻ പറഞ്ഞതാണ്, ബ്രദർ ദിനകരന് എപ്പോഴും അപ്പച്ചൻ പൈസ അയച്ച് കൊടുക്കുമായിരുന്നു. ഇന്ന് ആ അപ്പച്ചൻ്റെ മക്കളെയൊക്കെ ഏറെക്കുറെ എനിക്കറിയാം. ആ മക്കളെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടായിരിക്കുന്നു. 2 മക്കൾ ഫിലഡൽഫിയയിലുണ്ട്, 1 മകൻ ടെക്സാസിലുണ്ട്, 3 മക്കൾ ഫിലഡൽഫിയയിലുണ്ട്. സ്തോത്രം. നിങ്ങൾ നോക്കിക്കേ. അപ്പം എന്താ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്നറിയാമോ? ഈ അപ്പച്ചന് വലിയ ഒരുപക്ഷെ വെളിപ്പാടോ പ്രാർത്ഥനയോ ഒന്നും ഇല്ലായിരുന്നായിരിക്കും. പക്ഷേ ഈ അപ്പച്ചൻ്റെ പ്രാർത്ഥന വെളിപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? അപ്പച്ചൻ ഉണ്ടായിരുന്ന ഇച്ചിരി പൈസ എടുത്ത് ഏതോ ഒരു ദൈവദാസനോട് ചേർന്ന് സ്തോത്രം പറഞ്ഞട്ടെ. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പം നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലേ? കർത്താവ് നമ്മളോട് പറഞ്ഞത് എന്താ? കുഞ്ഞെ, ഒരു വേർപാടുണ്ട്, പ്രാർത്ഥനയിലും ഒരു വേർപാടുണ്ട്. എൻ്റെ പപ്പായ അമ്മയെ ഒത്തിരി പ്രാർത്ഥിക്കുന്നതും അപ്പച്ചനും അമ്മച്ചിയും പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ട ഞാൻ വളർന്നു വന്നത്. എൻ്റെ അപ്പച്ചൻ ദീർഘ പ്രാർത്ഥനയുടെ ആശാനായിരുന്നു. എൻ്റെ അപ്പച്ചൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ വളരെ ലളിതമായി പ്രാർത്ഥിക്കുവാൻ. മാർത്തോമാ സഭയൊക്കെ ആരംഭിക്കുന്ന സമയത്താണ് അദ്ദേഹമൊക്കെ പ്രാർത്ഥിക്കുന്നത്. പറഞ്ഞാൽ ഈ കൂടിരിക്കുന്ന പിള്ളേരൊക്കെ ചിരിക്കുമായിരുന്നു. അപ്പച്ചന് പ്രായമായി കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, കർത്താവെ, മൂത്തവൻ പീലിക്കായി സ്തോത്രം, രണ്ടാമത്തവൻ എന്താവാടാ അവൻ്റെ പേര് എന്ന് പറഞ്ഞാൽ കർത്താവിന് അറിയത്തില്ല അപ്പച്ചൻ്റെ മക്കളുടെ പേരെന്നാന്ന്. അപ്പച്ചൻ കൊച്ചു കുഞ്ഞിനെ പോലെ ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിക്കുക. സ്തോത്രം. എന്നാൽ നമ്മൾ പ്രായമായപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അപ്പച്ചൻ്റെ പ്രാർത്ഥന നല്ല പ്രാർത്ഥനയാണെങ്കിലും അപ്പച്ചൻ്റെ പ്രാർത്ഥനയുമായിട്ട് എനിക്ക് പ്രാർത്ഥനയിൽ വേർപാടുണ്ട്. അപ്പച്ചനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പച്ചൻ ജീവിതം പോയി, അപ്പച്ചൻ യേശുവിനോടൊപ്പമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തലമുറ വന്നപ്പോൾ ദൈവം എനിക്ക് കുറച്ചും കൂടെ പരിജ്ഞാനം തന്നു, വായിക്കുവാൻ കഴിവ് തന്നു. ഒരുപക്ഷെ എൻ്റെ അപ്പച്ചനെ വായിക്കുവാൻ അറിഞ്ഞുകൂടായിരുന്നായിരിക്കാം. അപ്പച്ചൻ സ്കൂളിൽ പോയി കാണത്തില്ല. എൻ്റെ വല്യപ്പൻ്റെ കാര്യമാണ് പറയുന്നത്. സ്കൂളിൽ പോയി കാണത്തില്ലായിരിക്കാം. പക്ഷെ അന്ന് അപ്പച്ചൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഞാനും ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ സമയം വന്നപ്പോൾ ദൈവം പറഞ്ഞു, കുഞ്ഞെ, ആ പ്രാർത്ഥന നിനക്കുണ്ട്, ഞാനതിനെ അംഗീകരിക്കുന്നു. പക്ഷേ നീ അപ്പച്ചനേക്കാൾ കൂടുതൽ പരിജ്ഞാനം പ്രാപിക്കണം. നിന്റെ അപ്പച്ചൻ 4ാം ക്ലാസ്സിൽ പോയി ഞാൻ നിന്നെ അതിനേക്കാൾ പഠിപ്പിച്ചില്ലേ? നിന്റെ മക്കൾ അതിനേക്കാൾ പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ എൻ്റെ സ്കൂളിൽ നീ കൂടുതൽ പഠിക്കണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പരിജ്ഞാനം വിളമ്പുന്നവനാന്ന് ഇന്ന് പകൽക്കാലം ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ സഭയെ വിളിച്ചറിയിക്കുകയാണ്. എൻ്റെ ദൈവം എന്നോട് പറയുന്നത് നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഞാൻ പരിജ്ഞാനം വിളമ്പുന്നവനാണ്. എടുത്ത് കഴിക്കും മക്കളെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവൻ്റെ കൂടാരത്തിൽ ആവോളം പരിജ്ഞാനമില്ലായികയാൽ എൻ്റെ ജനം നഷ്ടപ്പെട്ടു പോകുന്ന പറഞ്ഞേ. ആവോളം പരിജ്ഞാനം കർത്താവ് തരുന്നു. ഏറ്റെടുത്താട്ട് സ്തോത്രം ചെയ്താട്ട്. ഓക്കെ, 3 കാര്യങ്ങളാണ് നമ്മൾ മാറിയിരിക്കാൻ കർത്താവ് പഠിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
ആകരുത്. എന്താണ് അവരുടെ സ്വഭാവം? എന്താണ് കപടഭക്തി? ഒന്ന്, മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് വേണ്ടി അവർ ചിലതൊക്കെ ചെയ്യുന്നു. ഇന്നലെയും നമ്മുടെ മധ്യത്തിൽ വന്ന കർത്താവിന്റെ ഒന്ന് ടച്ച് ചെയ്തായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ മോട്ടിവേഷൻ ഒന്ന് നോക്കണം. വൈ, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു, എന്തുകൊണ്ട് സഭായോഗത്തിന് വരുന്നു, എന്തുകൊണ്ട് ഉപവസിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ പണം കൊടുക്കുന്നു, എന്തുകൊണ്ട് എപ്പോഴും ഇത് നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ ഉത്തരം കർത്താവ് തന്നാൽ നമ്മൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുന്നു, വൈ, നിങ്ങളുടെ വൈ എപ്പോഴും കർത്താവുമായിട്ട് ഡിഫൈൻ ചെയ്യുക. നമ്മൾ കപടഭക്തിക്കാരെ എന്ന് പറയുമ്പോൾ ചിലരെ നോക്കരുത്. ഞാൻ ഈ സഭയിൽ എപ്പോഴും പഠിപ്പിക്കാറുള്ളത് പോലെ നമ്മൾ മർത്തോമക്കാരെയോ പെന്തിക്കോസ്തുകാരെയോ ഒക്കെ നോക്കി അവരൊക്കെ കപടഭക്തിക്കാരാണ്, നമ്മളെ ഉള്ളൂ, ആ ഒരു ചിന്ത തെറ്റാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കി വെച്ചാൽ മതി. നമ്മൾ മറ്റുള്ളവരെ നോക്കേണ്ട ആവശ്യമില്ല. ചേർന്ന് സ്തോത്രം പറഞ്ഞിട്ടെ. ഭാര്യ ഭർത്താവിനെ നോക്കരുത്, ഭർത്താവ് ഭാര്യയെ നോക്കരുത്, നമ്മൾ പാസ്റ്ററെ നോക്കരുത്, പാസ്റ്റർ ജനത്തെ നോക്കാൻ പാടില്ല. കർത്താവേ, ഞാൻ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ ചിന്തിച്ചാൽ മതി. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്? 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. എന്നിട്ട് അതിൻ്റെ ഉത്തരം എങ്ങനെ നേരായ ഭക്തി വേണമെന്നുള്ളത് 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇപ്പം കർത്താവ് പഠിപ്പിച്ച പഠനത്തിന്, ഉപദേശത്തിന് ഒരു കാലിക പ്രസക്തിയും കൂടെ ഉണ്ട്. എന്തുണ്ട്? കാലിക പ്രസക്തി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിന് വേണ്ടുന്ന ഒരു ഉപദേശം കൂടെ അതിനകത്തുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രാർത്ഥനക്കാർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പായിരുന്നു പരീശന്മാർ. അപ്പൊ അവരുടെ രീതികളിൽ നിന്ന് നിങ്ങൾ മാറണം എന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, നീ പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്ന തെറ്റാണെന്നല്ല, പുറത്തു നിന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശ ശുദ്ധി വരുത്തിയിട്ട് അത് വേണ്ടിയിട്ട് നീ അകത്ത് പോയി പ്രാർത്ഥിക്കണം. കാരണം നിന്റെ പിതാവ് രഹസ്യത്തിലാണ്. പരസ്യമായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടോ ഈ പരീശന്മാർ കാണിക്കുന്ന പോലെ നിങ്ങൾ കാണിക്കുന്നത് കൊണ്ടോ പിതാവിൽ നിന്നും നിങ്ങൾക്ക് പ്രതിഫലം കിട്ടിയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അപ്പോൾ അവിടുത്തെ ആ കാലഘട്ടത്തിന് ആവശ്യമായ കാര്യം എന്താണ്? ഡോണ്ട് ബി ലൈക്ക് ദ ഫാരിസീസ്, പരീശന്മാരെ പോലെ നിങ്ങൾ ആവരുത്. എന്നാൽ താഴോട്ട് വരുമ്പോൾ പുതിയ നിയമത്തിൻ്റെ ആവിഷ്കാരം നടക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തിമത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നത് എന്താ? കൊരിന്ത്യ സഭയോടാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നു. തിമത്തിയോസിനോട് പറഞ്ഞിരിക്കുന്നു, കരങ്ങൾ ഉയർത്തി, വിശുദ്ധ കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിപ്പീൻ. അപ്പം എന്താ അതിനകത്തൊരു ആശയപ്പൊരുത്തക്കേടല്ല. കർത്താവായ യേശുക്രിസ്തു ഇത് പഠിപ്പിച്ചതിനകത്ത് ആത്യന്തിക സത്യവുമുണ്ട്, കാലിക പ്രസക്തമായ കാര്യങ്ങളുമുണ്ട്. ആത്യന്ത സത്യം എന്താ? അകത്ത് കയറി രഹസ്യത്തിലുള്ള പിതാവിനോട് നീ പ്രാർത്ഥിക്കണം, അവൻ നിനക്ക് പിതാവാണ്. എന്നാൽ ഇതിൻ്റെ ആവിഷ്കാരം വന്നത് എപ്പോഴാ? സഭ വെളിപ്പെട്ടപ്പോഴാ. സഭ എന്ന് പറയുന്നത് ഒരു അകത്തെ അറയാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയും. എൻ്റെ സഭ, ഞാൻ പോകുന്ന എൻ്റെ ലോക്കൽ സഭ, അതെനിക്ക് ഒരു അകത്തെ അറയാണ്. ഞാനത് പുറത്തു നിന്ന് പ്രാർത്ഥിക്കാതെ ഞാൻ അകത്ത് വന്ന് ഞായറാഴ്ചയോ സഭായോഗം ഉള്ളപ്പോഴൊക്കെ വന്ന് ഞാനവിടെ വെറുതെ ഇരുന്നേച്ച് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ സ്വർഗത്തിലെ ദൈവം കേൾക്കും. എൻ്റെ വീട്ടിൽ പോയി തനിയെ പ്രാർത്ഥിക്കാൻ അതെന്നെ ഇടയാക്കും. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് തരുന്ന ആശയം എത്ര പേർക്ക് ഈ പകൽക്കാലം മനസ്സിലാകുന്നുണ്ട്? വചനത്തോട് ചേർത്ത് നമ്മൾ വായിക്കുമ്പോൾ ബുദ്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് വായിച്ചാൽ, ഓ പൗലോസ് പറഞ്ഞു, ഒരിക്കലും ഒരാൾ പറയുക, നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നതല്ലല്ലോ പൗലോസ് പറയുന്നത്. ഒരാൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എടാ, ഇവൻ ആരടാ? ഇവന് കർത്താവ് എന്തിനാ പറഞ്ഞത്, പൗലോസ് എന്തിനാ പറഞ്ഞതെന്ന് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം. നമ്മൾ ആത്മീകരായതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ഇത് നമ്മുടെ പ്രാവർത്തിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരണം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ നീ രഹസ്യമായി നിന്റെ അറയിൽ കയറി രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ നിനക്ക് എന്ത് കിട്ടുമെന്നാ പറഞ്ഞു? വായിച്ചേ. കർത്താവ് ഉറപ്പായിട്ട് തന്നിരിക്കുന്നൊരു കാര്യം, നിനക്ക് പ്രതിഫലം കിട്ടും. കർത്താവ് പറയുന്നത് നിങ്ങൾ കേട്ടോ. പരീശന്മാരുടെ പ്രാർത്ഥനയ്ക്ക് പോലും പ്രതിഫലം കിട്ടിയെന്ന് അവിടെ പറയുന്നു. അവർക്ക് അവരുടെ പ്രതിഫലം കിട്ടി. അവരുടെ പ്രതിഫലം എന്താ? നിങ്ങൾ പറ. അവർ മനുഷ്യരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ പലതും ചെയ്തപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു, ഹോ, അവർക്ക് തൃപ്തിയായി. കാരണം എന്താ? അവർ പ്രാർത്ഥിച്ചത് മുഴുവൻ എന്തിനാ? മനുഷ്യരുടെ അംഗീകാരത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. അവർക്ക് ഉത്തരവും കിട്ടി. കർത്താവിന് അവർക്ക് അവരുടെ പ്രതിഫലം കിട്ടി. ഞാൻ പറഞ്ഞത്, അങ്ങനെ പോലും പ്രതിഫലം അവർക്ക് കിട്ടാൻ ദൈവം മുടക്കിയില്ലെങ്കിൽ, ദൈവം പറയുന്നത് പോലെ പ്രാർത്ഥിക്കുന്ന എനിക്കും നിങ്ങൾക്കും പ്രതിഫലം കിട്ടത്തില്ലയോ? തീർച്ചയായിട്ടും കിട്ടും. ഈ പാലക്കാലം ഞാൻ ജനത്തെ ഉറപ്പിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് കിട്ടാത്ത ഒരു ഉത്തരവും ഇല്ലെന്നേ. പ്രാർത്ഥിച്ചാൽ മാറാത്തൊരു പ്രശ്നമില്ലെന്നേ.
സ്തോത്രം. എനിക്ക് കർത്താവിൽ സന്തോഷമുണ്ട്. വളരെ സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു വശത്തൂടെ ദൈവം മാറ്റി മാറ്റി നിറവ് പകർന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തെ ഞാൻ കണ്ട് ആനന്ദിക്കുക. നമ്മുടെ സഭയെ മാത്രമല്ല, അമേരിക്കയിലെ, ന്യൂയോർക്കിൽ, ന്യൂജേഴ്സിയിലെ പല സ്ഥലങ്ങളിൽ, ആരിസോണയിൽ പല സ്ഥലങ്ങളിൽ ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കോ സ്തോത്രം ഗുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കേണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, ആമേൻ, നൽകണേ എൻ യാചന. അടുത്ത വേർപാട് കർത്താവ് എന്താ പറഞ്ഞ? 7-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. അവർ ജൽപ്പനം ചെയ്യുന്നതിൻ്റെ കാരണം കർത്താവ് പറഞ്ഞിരിക്കുക, ഒരുപാട് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അവരോട് തുല്യരാകരുത്. അതായത് എന്നിട്ട് കർത്താവ് അതിന് പരിഹാരം പറയുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. നിങ്ങൾ വേർപെട്ടിരിക്കുന്നത്, പ്രാർത്ഥനയിൽ വേർപെട്ടിരിക്കുമ്പോൾ ജാതികളെ പോലെ നിങ്ങൾ എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇസ്ലാം മതക്കാർ, ഹൈന്ദവ മതക്കാർ, ജൈന മതക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നവരാ. എന്നാൽ നമുക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ വ്യത്യാസം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മൾ നമ്മുടെ ഭാഷയിലോ നമ്മുടെ വാക്ചാതുര്യമോ അല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ജയം. ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കാം, എനിക്ക് എന്നെക്കുറിച്ച് അറിയാം, ഞാൻ അങ്ങനെ വലിയൊരു ഭാഷാ നൈപുണ്യവും ഭാഷാജ്ഞാനിയൊന്നും അല്ല. ഞാൻ കുറേ പുസ്തകങ്ങളൊക്കെ തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പദങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, അത് എല്ലാം നന്നായിട്ട് പോയി. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇനി നീ അങ്ങനെ ചെയ്യണ്ട, കൊള്ളരുതാത്തതുകൊണ്ടല്ല, ആ നടത്തിപ്പിലേക്ക് പിന്നെ ദൈവം വിടാത്തതുകൊണ്ട് ഞാൻ അതുവഴിക്ക് ഇതുവരെ പോയിട്ടില്ല. ഞാൻ നല്ലപോലെ ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദി തന്നാലും കുറേ സമയം കൊണ്ട് എനിക്ക് ഭാഷയിലൊരു പരിജ്ഞാനം ദൈവം തന്നിട്ടുണ്ട്. ഒരു പ്രത്യേക പരിജ്ഞാനമാണത്. ഓക്കെ. എന്നാൽ ഭാഷയുടെ പ്രത്യേകത കൊണ്ടല്ല ഞാൻ നിൽക്കുന്നത്. പ്രാസമനുസരിച്ച് പ്രസംഗിക്കുന്നത് കൊണ്ടല്ല ഞാൻ നിൽക്കുക. അതൊരു കൃപ പലർക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കൃപയാണ്. പ്രത്യേകിച്ച് ഇവാഞ്ചലിസ്റ്റുകൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൃപയാണ്. നല്ല ഭാഷ അതൊക്കെ കിട്ടും. അതുണ്ട്. അത് വരും. അത് ഉദാഹരണത്തിന് നമ്മുടെ മധ്യത്തിൽ വന്ന നല്ലൊരു അഭിഷിക്തനായ ദേവദാസൻ പറഞ്ഞില്ല, ഊരിൻ്റെ തെരുവീതിയിൽ ഊരിൻ്റെ വീതിയിൽ. അത് നല്ല രസമാണ് അത് കേൾക്കാൻ. അത് കേൾക്കുന്നവർക്ക് ബഹുമാനപ്പെട്ട ദേവദാസൻ, അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതൊക്കെ ഒരു പ്രത്യേക കൃപയാണ്. പക്ഷെ ഇത് ഇല്ലെങ്കിൽ ശുശ്രൂഷ നടക്കും. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്നതാരാ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ നമ്മുടെ ശുശ്രൂഷയ്ക്ക് തക്കവണ്ണമുള്ള ചില പ്രത്യേക പൊടിപ്പും തൊങ്ങലും ഒക്കെ കർത്താവ് നമുക്ക് തരും. മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ അതിലല്ല നമ്മുടെ ശ്രദ്ധ. നമ്മുടെ ശ്രദ്ധ മുഴുവൻ കർത്താവില്ല. കർത്താവിൽ നമ്മുടെ ശ്രദ്ധയായിരിക്കുമ്പോൾ 2 വാക്ക് പറഞ്ഞാൽ തീയിറങ്ങും. ഇനി വാക്ക് പറഞ്ഞില്ലേലും ഹൃദയത്തിൻ്റെ വേദന കാണുന്നവൻ, ഞാൻ നിങ്ങളോട് അനുഭവത്തിൽ നിന്ന് പറയാം, ഹൃദയത്തിൻ്റെ വേദന കാണുന്നവൻ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടുന്ന തരും. പ്രാർത്ഥിക്കാൻ അറിയാൻ മേല കർത്താവ് ചോദിക്കും, നിന്നോട് ആര് പറഞ്ഞു പ്രാർത്ഥിക്കാൻ? നീ ശരിയായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. നിന്നോട് ആര് പറഞ്ഞു? ഇന്ന് പകൽക്കാലം ഞാൻ ദൈവമക്കളെ ബലപ്പെടുത്താൻ ചോദിക്കുക, നിങ്ങളോട് ആര് പറഞ്ഞു? നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭംഗി കണ്ടിട്ടാണ് ദൈവം ഉത്തരം തരുന്നതെന്ന് ആര് പറഞ്ഞു? ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ വെച്ചാൽ യേശുവിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. കാരണം ഞങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഭംഗി കൊണ്ടല്ല കർത്താവ് എഴുന്നള്ളിയത്. ഹൃദയം തകരുന്നവന്റെ അടുത്തെൻ്റെ യേശുണ്ട്. ഹൃദയം തുടങ്ങിയ കർത്താവ് ഉടനെ എത്തും. എനിക്ക് അനുഭവമുണ്ട്. ഒരു ദിവസം പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടാത്ത ആ സമയം, അല്ലെങ്കിൽ എന്നെപ്പോലെ പരസ്യമായി നിന്ന് പ്രാർത്ഥിക്കാത്ത എൻ്റെ പാവപ്പെട്ടവൾ മിടുക്കിയ എൻ്റെ ഭാര്യയും എൻ്റെ 2 പെമ്മക്കളും ഒരു ദിവസം എന്തോ മനസ്സിന് വേദനയുണ്ടായിട്ട്, ഞാൻ കാരണമല്ല, മനസ്സിന് വേദനയുണ്ടായിട്ട് അവർ 2 പേരും ഞാൻ നോക്കുമ്പോൾ പൊട്ടിക്കരയും. അമ്മയും മക്കളോട് കെട്ടിപ്പിടിച്ചെന്ന് പൊട്ടിക്കരയും. ഞാൻ എന്തോ നടി കരയുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ്? ഒന്നും മിണ്ടുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു സംഭവം നടന്നു. അവരെന്തിനു വേണ്ടി നിലവിളിച്ചു, ആ സാധനം രാവിലെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞില്ല. പാസ്റ്ററായ ഡാഡിയോട് അവർ പിള്ളേർ പറഞ്ഞില്ല.
പാസ്റ്ററായ ഭർത്താവിനോട് ഭാര്യ പറഞ്ഞില്ല, അവരെ സ്നേഹിക്കുന്ന അവരുടെ ഡാഡിയേക്കാൾ, അവരുടെ ഭർത്താവിനേക്കാൾ അവരെ സ്നേഹിക്കുന്ന ഒരുവനോട് അവർ പറഞ്ഞതുപോലുമില്ല. അമ്മയും മക്കളും കൊത്തിയിരുന്ന് കരയുക. ഹൃദയം നുറുങ്ങിയാൽ കർത്താവ് കൂടുണ്ട്. പ്രാർത്ഥനയുടെ ഭാഷയിലല്ല കാര്യം. അതാ കർത്താവ് ഇവിടെ പറയുന്നത്, കുഞ്ഞുങ്ങളെ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്താ ജാതികളുടെ ജൽപ്പനത്തിൻ്റെ പ്രത്യേകത? അവരുടെ ആശ്രയം വാക്കില. നമ്മുടെ ആശ്രയം വാക്കിലല്ല, കർത്താവില്ല. ഒരു ദിവസം കർത്താവ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു വചനം തന്നായിരുന്നു. അതിൻ്റെ അവസാനം ഇങ്ങനെ, വാക്കിനുടയോൻ കനിഞ്ഞിടത്തെ. വചനത്തിനോടുള്ള ബന്ധത്തിൽ ഓർക്കുമ്പോൾ ഞാൻ പറയാം, വാക്കിൻ്റെ ഉടയൻ കർത്താവാ. നിങ്ങൾ സംസാരിക്കുന്ന വാക്ക് അതിൻ്റെ ഉടയവൻ കർത്താവാ. അത് മനസ്സിലായോ? കർത്താവാണ് അതിൻ്റെ ഉടയവനെന്ന്. നിങ്ങൾ 2 വാക്ക് പറയുന്നെങ്കിൽ നിങ്ങളുടെ വായിൽ ഒരു വാക്ക് വരുന്നതിന് മുമ്പേ അതിനെ തിരിച്ചറിയുന്നവനാ കർത്താവ്. സങ്കീർത്തനക്കാരനായ ദാവീദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ വായിൽ വരുന്നില്ലല്ലോ, അതുപോലും അറിയാവുന്ന നമ്മുടെ കർത്താവ്. പിന്നെയാണോ പ്രിയ ദൈവമക്കളെ, സഹോദരങ്ങളെ, അയ്യോ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ലേ? ഇന്ന് രാവിലെ ഉണ്ടായൊരു സംഭവം, ഞാൻ സ്തോത്രം, താങ്ക് യു. ഇന്ന് രാവിലെ ഉണ്ട് സംഭവം എന്താണെന്നറിയോ? ഞാൻ ഇത് രാവിലെ ഇപ്പം ഇച്ചിരൂടൊക്കെ ഒന്ന് താമസിച്ച് എഴുന്നേറ്റാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് രാവിലെ എനിക്ക് റീനയെ പിക്കപ്പ് ചെയ്യാൻ പോകണമായിരുന്നു. അപ്പം ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് രാവിലെ എഴുന്നേറ്റിട്ട് സ്തോത്രം ചെയ്യാൻ പോലും പറ്റുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ഒരു കാര്യമാണ്, എന്തോ അവസ്ഥ എൻ്റെ ഒരു സ്തോത്രം എന്ന് പറയാം. ഇന്ന് എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ വായെ ഒന്ന് തൊടണേ, എൻ്റെ നാവിനെ നീ ഒന്ന് മനസ്സിൽ പറയുക, മനസ്സിൽ സംസാരിക്കാം. മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ടോ? നല്ലതാണ്, വളരെ നല്ലതാണ്. നമ്മൾ എൻ്റെ വായ ഒന്ന് ബലപ്പെടുത്തണേ, എന്നെ ഒന്ന് ശക്തിപ്പെടുത്തണേ. മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ 2-3 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റു, സ്തോത്രം ചെയ്തു. ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തതുപോലെ, എൻ്റെ കർത്താവേ, ഞാൻ നിന്നോട് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നീ എൻ്റെ നാവിൽ എനിക്ക് വചനവും എനിക്ക് പ്രാർത്ഥനയും തന്നല്ലോ. അതാ നമ്മുടെ കർത്താവ്. അപ്പോൾ നിങ്ങളൊരിക്കലും ചിന്തിക്കരുത്, അയ്യോ എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നില്ലല്ലോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലോ. നിങ്ങൾ പറയുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗത്തിലെ പിതാവ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് അവൻ അറിയുന്നു. ഹീ നോസ്. പിന്നെ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അത് മടിയുടെ ഒരു ലക്ഷണമാണ് അല്ലേ? എല്ലാ അപ്പച്ചനും അറിയാമെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അത് നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ കാണിച്ചേച്ച്, നിങ്ങൾ ഏതിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് കാണിച്ചേച്ച് 9-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇത് പറയാം, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അതായത് പ്രാർത്ഥിക്കുന്നത് ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾ പരീശന്മാരെ പോലെ പ്രാർത്ഥിക്കരുത്, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അപ്പാ. ദൈവം നിങ്ങൾക്ക് അപ്പനാണ്, അപ്പനോട് വേണം പ്രാർത്ഥിക്കുവാൻ. അപ്പം ഞാനിവിടെ ഒരു ചെറിയ ശുശ്രൂഷ ചെയ്യാണ്, സമയത്ത് നിർത്താം കേട്ടോ. നിങ്ങളുടെ പിതാക്കന്മാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാ? ഒരുപക്ഷെ ഇപ്പോഴില്ലായിരിക്കാം. നല്ല ബന്ധമാണോ? അതോ പിതാവെന്ന് ചിന്ത വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ? പിതാക്കന്മാരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എന്താണ്? നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്, ദൈവം എനിക്ക് പിതാവെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ചിന്തയുണ്ട്, ഡാഡി ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നോ, അല്ലെങ്കിൽ ഡാഡി എന്നെ ഒരുപാട് സ്നേഹിച്ചെന്നോ, അല്ലെങ്കിൽ ഇനി ഒരു കാര്യം പറയാം, എൻ്റെ ഡാഡി ആള് വളരെ ദുർബലനായിരുന്നു. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവാം. ഡാഡി വാസ് വെരി വീക്ക്. അങ്ങനെ ഒരു ഡാഡിയാണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നിങ്ങൾ സ്വർഗസ്നായ പിതാവിനെ എങ്ങനെ ഇക്വേറ്റ് ചെയ്യുമെന്നറിയോ? മനസ്സുകൊണ്ട് നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുന്നോ? ദൈവത്തിന് വലിയ ബലമൊന്നും അല്ല, ദൈവം വളരെ സ്ട്രിക്റ്റാണ്, അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ പിതാവുമായിട്ടുള്ള ബന്ധത്തെ നിങ്ങളൊന്ന് ചിന്തിച്ചേ. എന്നിട്ട് നിങ്ങളുടെ പിതാക്കന്മാർ, ഒരു ജീവനോടില്ലായിരിക്കാം, ജീവനോടുണ്ടായിരിക്കാം, നിങ്ങളുടെ പിതാക്കന്മാരായിട്ടുള്ള ബന്ധത്തെ ഒന്ന് കർത്താവിനെ ഏൽപ്പിച്ച്. നമ്മളിവിടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, അതല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്, നമ്മളങ്ങനെ ചെയ്യാറില്ല. അവരുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതിനകത്ത് എന്തെങ്കിലും വിള്ളൽ, നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും നീരസം, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ചെറിയതായിരിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഈ പകൽക്കാലം നിങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങ് റിലീസ് ചെയ്താട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എന്നിട്ട് ആ മനസ്സിനകത്തൊരു ക്രമീകരണം അവിടെ നടക്കട്ടെ. സംതിങ്, ഒരു പക്ഷേ പപ്പ പറഞ്ഞത് കേട്ടില്ല, ഡാഡി അപ്പച്ചൻ പറഞ്ഞ്, എടാ ഇങ്ങോട്ട് വാടാ, നീ പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യാനും ഇഷ്ടം, അപ്പച്ചന് ഇതിൻ്റെ വല്ല പ്രയാസം അറിയാമെന്ന് ചോദിച്ചു. ഒരു പക്ഷേ അപ്പച്ചൻ്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നിട്ട് നിങ്ങളുടെ പപ്പാമാർക്ക് വേണ്ടി, മമ്മിമാർക്ക് വേണ്ടിയല്ല, ജസ്റ്റ് ഫോർ യുവർ പേരൻസ് ഒന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരു ജീവനോട് അവരോടല്ല പ്രാർത്ഥിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. അവരോട് പ്രാർത്ഥനയില്ല, നമുക്ക് മരിച്ചവരോട് പ്രാർത്ഥന. ബട്ട് വാട്ട് ഈസ് യുവർ റിലേഷൻഷിപ്പ്? ജീവനോ
മരിച്ചതോ ആയ നിങ്ങളുടെ വിഷയം അവിടെ പറയുന്നത്, അവരുടെ വിഷയമല്ല പറയുന്നത്. നിങ്ങൾക്ക് അവരോടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ അറിയാതെ ഓ പപ്പ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു അകത്തുനിന്ന് ഒരു വെറുപ്പ് ഉളവായി വരുന്നുണ്ടോ? ഓ ബഹുമാനിക്കണമല്ലോ, ഇതാണോ ചിന്തയെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം പറ, കർത്താവേ ഒന്ന് അവിടെ ഒന്ന് ക്ലിയർ ആക്കി തന്നെ, മേക്ക് ഇറ്റ് ക്ലിയർ. കാരണം നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി വെളിപ്പെടാൻ പോവുക. ഒരു ക്രമീകരണം കഴിയുമ്പോൾ ആത്മാവ് വെളിപ്പെട്ട് വരും. പല അനുഗ്രഹങ്ങൾക്കും തടസ്സം നിൽക്കുന്നതിൻ്റെ കാര്യം ഈ പകൽക്കാലം മക്കൾ അറിയണം. നിങ്ങൾക്ക് ഈ ലോകത്തിൽ ദൈവം തന്നിട്ടുള്ള പിതാവും മാതാവുമായിട്ടുള്ള നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ നിങ്ങളവരെ ബഹുമാനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ചിലപ്പോൾ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, നമുക്ക് അറിവില്ലാത്തത് കൊണ്ട്, ചെറിയ പ്രായമല്ലേ, അല്ലെ ആ ചെറുപ്പത്തിൻ്റെ ആ ഒരു പ്രസപ്പിലൊക്കെ ഡാഡിക്ക് എന്നെ അറിയാം, പപ്പായ്ക്ക് എന്നെ അറിയാം, അപ്പച്ച പോയി പണി നോക്കാം അപ്പച്ച എന്നൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞത് അവരുടെ മനസ്സിൽ ഒരു നീറ്റൽ പോലെ കിടന്നിരിക്കാം. അവരൊന്നും പറഞ്ഞില്ല, മക്കളായതുകൊണ്ടൊന്നും സാരമില്ല, നന്നായി വരും എന്നൊരു ചിന്ത വരാം. അവരെ ഒന്ന് റിലീസ് ചെയ്താട്ടെ എല്ലാവരും. ഇനി നിങ്ങളുടെ പപ്പാമാർ നല്ല പപ്പാമാരെങ്കിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. കമോൺ, താങ്ക് ദ ലോർഡ് ഫോർ ദം. നിങ്ങളുടെ മനസ്സിനകത്ത് ആ ബഹുമാനം ഒന്ന് കടന്നു വരട്ടെ. ആ ബഹുമാനം, എനിക്കിങ്ങനെ ഒരു ഡാഡിയെ നീ തന്നതിനായി നന്ദി, എനിക്ക് പറയാൻ ഒരു പിതാവ് ഉണ്ടായിരുന്നതിനായി നന്ദി. ഓ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർ അതിനുവേണ്ടി എത്ര സ്തോത്രം ചെയ്തിട്ടുണ്ടോ? ഈ അമേരിക്കയിലെ അവസ്ഥ കണ്ടാൽ എനിക്കൊരു ഡാഡി ഉണ്ടായിരുന്നു പറയാൻ, അതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും, ഞാനിങ്ങനെ പറയുകയാണ്, ഒരുപക്ഷെ നിങ്ങളുടെ ഡാഡി നിങ്ങളുടെ മമ്മിയെ വഴക്ക് പറയുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ആൻഡ് ദെൻ യു ഫെൽറ്റ് ബാഡ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വേദന തോന്നിക്കാണും. ഡാഡി എനിക്ക് ഇഷ്ടം, ബട്ട് വൈ ആർ യു ട്രീറ്റിംഗ് മമ്മി ലൈക്ക് ദിസ്? എന്തിനാ മമ്മിയോട് വഴക്ക് പറഞ്ഞു? ഒരുപക്ഷെ അത് നിങ്ങളുടെ മനസ്സിനകത്തൊരു ഒരു ഹേർട്ട് കൊണ്ടുവന്നിരിക്കാം. റിലീസ് യുവർ മം, റിലീസ് യുവർ ഡാഡ്. ഒരുപക്ഷെ നിങ്ങൾ പറയാം, ഞങ്ങളുടെ പപ്പായി കുറച്ചും കൂടെ ഒക്കെ ഞങ്ങളുടെ കുടുംബത്തിനെ സഹായിക്കാമായിരുന്നു. പപ്പായ്ക്ക് എപ്പോഴും പലരുടെയും കാര്യങ്ങളാണ് ഈ പറയുന്നത്. നാട്ടുകാര്യനാണ് പപ്പ, പൊതുകാര്യ പ്രസക്തനാണ്. ഞങ്ങളുടെ കാര്യം നോക്കാൻ അങ്ങനെയുള്ള പപ്പാമാരുണ്ട്. രാഷ്ട്രീയക്കാരുടെ മക്കളോ പാസ്റ്റർമാരുടെ മക്കൾക്കൊക്കെ ഉള്ള വലിയ പ്രോബ്ലമാണ് അത്. ഡാഡി നാട്ടുകാരെ മുഴുവൻ നന്നാക്കാനും നാട്ടുകാരെ സൗഖ്യമാക്കാനും എല്ലാം ഡാഡി പോവും. ഡാഡി ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളെങ്ങനെ പോവും? അതിനെ ആബ്സെൻ്റ് ഫാദർ സിൻഡ്രം എന്ന് പറയും. പപ്പ ഇല്ല, സ്ഥലത്തില്ല, ആബ്സെൻ്റ് ഫാദർ, ആവശ്യത്തിന് പിതാവ് സ്ഥലത്തില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ളവരുണ്ട്. അവരൊക്കെ മനസ്സിനകത്ത് എന്തുണ്ടെന്നറിയോ? ഒരു വലിയ ഗ്യാപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിറയ്ക്കാൻ പോവാം. കാരണം യേശു പറഞ്ഞ എന്താ? അപ്പാന്ന് വിളിക്കാനാ. നിങ്ങൾ അറിയണം, നിങ്ങൾ അറിയുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവം നിങ്ങൾക്ക് പിതാവെന്ന് പറഞ്ഞാലുള്ള അതിൻ്റെ ഒരു തൻ്റെ ഇടം എന്നാന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് എന്നിട്ട് രണ്ടാമത് പുത്രൻ വരുമ്പോൾ ഈ സൃഷ്ടിച്ചതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പുതിയ ലോകവും പുതിയ ആകാശവും ഭൂമിയും സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ അപ്പനാണ്. അവൻ ഇങ്ങോട്ട് വന്ന് പറയാ, അച്ഛ ഇങ്ങോട്ടാ വന്ന് പറയുന്നത്, ഞാൻ നിങ്ങളുടെ അപ്പനാണ്. എത്ര ഗവൺമെന്റുകൾ വന്നു പോയി, എത്ര സഭാ കൂട്ടായ്മകൾ വന്നു പോയി, എത്ര അഭിഷിക്തന്മാർ എഴുന്നേറ്റ് അവർ പോയി. നിലനിൽക്കുന്ന ഒരുവനുണ്ട്, നമ്മുടെ സ്വർഗത്തിലെ അപ്പനാണ്. അവന്റെ പുത്രന്റെ നാമത്തിലാണ് അവൻ പ്രാർത്ഥന കേൾക്കുന്നത്. അതാ നമ്മുടെ ദൈവം. അവൻ പറയാ, മക്കളെ എന്നോട് ചോദിക്കും, ഞാൻ തരാം. എന്റെ കയ്യിൽ ഒന്നിനും കുറവില്ല മക്കളെ. ആ പിതാവേ എന്നുള്ള ആ ഒരു വിളിക്കകത്ത് നോക്കിക്കേ. രക്ഷിക്കപ്പെട്ടവന് തന്നിരിക്കുന്ന ഏത് ആത്മാവാ പ്രിയരെ? നിങ്ങളുടെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ നോക്കിക്കേ, മനസ്സ് ക്രമീകരിച്ചാൽ മാത്രം പോരാ, ആ ക്രമീകരിക്കപ്പെട്ട മനസ്സിലേക്ക് ഒന്ന് പകരുമെന്ന് ഞാൻ പറഞ്ഞു. ആ ആത്മാവിനൊരു പേരുണ്ടല്ലോ, പുത്രത്വത്തിന്റെ ആത്മാവ്. റോമർ 8:26. മക്കളെ ആരും ഇല്ലടാ ഇവിടെ വർക്ക് ചെയ്യുന്നല്ലേ? റോമർ 8:26 എന്താ പറഞ്ഞേക്കുന്നേ? വായിച്ചാട്ടെ. നാം എവ്വണ്ണം, അവിടെ പുത്രത്തിന്റെ ആത്മാവ്, പുത്രത്തിന്റെ ആത്മാവ് നമ്മളെ ഭരിക്കുന്നത്. വായിച്ചു 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 വായിച്ചു. ശരി അമ്മ, അവിടുന്ന് 15 പോയിക്കോ. 15. ആ 8:15.
അപ്പൊ നോക്കിക്കേ, യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇതുപോലെ വെളിപ്പെട്ടിട്ടില്ല. യേശു അവരെ പഠിപ്പിക്കുമ്പോൾ പിതാവെന്ന് വിളിക്കാൻ എന്ന് പറഞ്ഞാൽ യേശു അവരുടെ മനസ്സൊക്കെ ഒന്ന് ക്രമീകരിക്കുക. അതാ ഇപ്പൊ രാവിലെ ഇവിടെ നടന്ന് മനസ്സിലായോ? ന്യായപ്രമാണത്തിലെ കൽപ്പനകൾ, ന്യായപ്രമാണത്തിലെ ഉള്ളതാണ് 10 കൽപ്പനകൾ. 10 കൽപ്പനകളിലെ ഏറ്റവും പ്രതിഫലമുള്ള കൽപ്പന ഏതാ? 5-ാമത്തെ കൽപ്പനയാ. നീ നിൽക്കുന്ന നിന്റെ ദേശത്ത് നീ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടത് നിന്റെ അപ്പനെയും അമ്മയും. ഇപ്പം ചിലർ പറയും ഞങ്ങൾ കൃപയിലായതുകൊണ്ട് അപ്പനെയും അമ്മയും ചവിട്ടി. അങ്ങനല്ല യേശു പറഞ്ഞേ. അങ്ങനല്ല യേശു പറഞ്ഞടാ, ഞാൻ വന്നത് ന്യായപ്രമാണത്തെ നിവർത്തിക്കാനാ എന്ന് പറഞ്ഞാൽ നീ ഇതുവരെ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ 1000 വട്ടം അവരെ ബഹുമാനിക്കാൻ നിന്നെ പഠിപ്പിക്കാനാണ് ഞാൻ വന്നത്. കാരണം നീ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിനക്ക് പിന്നെ അനുഗ്രഹങ്ങൾ വർദ്ധിക്കുക. ന്യായപ്രമാണത്തെ പൂർത്തീകരിക്കാൻ യേശു വന്നത്, മനസ്സിലായോ? ന്യായപ്രമാണത്തെ ഇല്ലാന്ന് പറയാനല്ല, യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? നീ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ക്രമീകരണം നടന്നു നിന്റെ അപ്പനെയും അമ്മയെ ബഹുമാനിക്കാൻ. 1, 2, ഇനി അതിനുള്ള ആത്മാവിനെ ഞാൻ തരാൻ പോവാ. അതെന്താ ആത്മാവിന്റെ പ്രത്യേകത എന്നറിയാമോ? പുത്രത്വത്തിന്റെ ആത്മാവാ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് നമ്മുടെ അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു ഉറപ്പുണ്ട്, ഞാനൊരു മകനാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ആരോടും പ്രൂവ് ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ മകനാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ട്? അവിടെ നമ്മുടെ ജയം. പുത്രത്വത്തിന്റെ ആത്മാവെന്ന് പറഞ്ഞാൽ ആരുടെ ആത്മാവാണെന്നറിയോ? ക്രിസ്തുവിന്റെ ആത്മാവാണ്. ഇനി ഞാനൊന്ന് മുന്നോട്ട് പറയട്ടെ. ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ ജയത്തോടെ നടക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആരുടെ മുമ്പിലും മുട്ടുകുത്തുന്നവരല്ല. അത് നിഷേധാത്മകമായിട്ടല്ല, ഏറ്റവും കീഴ്പ്പെട്ട് മര്യാദയിൽ മാന്യതയിൽ നമ്മൾ പറയും ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഞങ്ങൾ ശാന്തമായി പ്രാർത്ഥിച്ചാൽ അപ്പൻ ഞങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. നമ്മളൊന്നും, കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ പറഞ്ഞ സാക്ഷി അങ്ങ് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ആരോടൊന്നും പ്രൂവ് ചെയ്യാനോ വഴക്കിനോ ഒന്നും പോകുന്നവരല്ല. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അപ്പനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളത് കണ്ടു. പലരും ചോദ്യം ചോദിക്കും, എന്താ എങ്ങനെ? ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പനോട് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ട്. കർത്താവ് ചെയ്തോളൂ, കർത്താവ് ചെയ്തു. അടുത്തിരിക്കുന്ന ആളോട് കർത്താവ് ചെയ്തോളൂ, കർത്താവ് ചെയ്തോളൂ, കർത്താവ് ചെയ്തോളൂ എന്നേ. ഹല്ലേലൂയ, തമ്പുരാൻ ചെയ്തോളും. യോസനെ കലങ്ങണ്ട, കർത്താവ് ചെയ്തോളും. ഇവിടെ കൈത യേശുവിന്റെ നാമത്തിൽ കർത്താവ് ചെയ്തോളും. കർത്താവ് ഇതുവരെ കർത്താവല്ലേ നടത്തിയേ, കർത്താവ് നടത്തും. അവൻ നല്ലവനാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ യേശു പഠിപ്പിക്കുന്ന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ, ഇത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും നടന്നില്ലേ? ഈ പ്രാർത്ഥന മുഴുവൻ എത്ര ദിവസം എടുക്കും നമുക്ക് തീരാൻ? ഹല്ലേലൂയ, സ്തോത്രം. പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പുത്രത്വത്തിന്റെ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രത്യേകത, ഈ പുത്രത്വത്തിന്റെ ആത്മാവിനൊരു പ്രത്യേകതയുണ്ട്. ഇതെപ്പോഴും സ്വർഗവുമായി കണക്റ്റഡാ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് ഒരു കാര്യം ഒന്ന് വരച്ച് കാണിക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവ് എന്നെ സഹായിക്കും. ഇത് 3rd ഹെവൻ ആണ്, 3ാം സ്വർഗം. ഓക്കെ, 3rd ഹെവൻ. ഇത് നിങ്ങളാണ്, വിച്ച് ഇസ് ദ ചർച്ച്. നിങ്ങളെവിടെ ഇരുത്തിയിരിക്കുന്നത്? 3ാം സ്വർഗത്തിലാണ് നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളെ 3ാം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? രക്ഷിക്കപ്പെട്ട നിങ്ങളുടെ ആത്മാക്കൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ഇവിടെ വാസം ചെയ്യുന്നു. സ്തോത്രം. എന്നിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തന്നിരിക്കുക, സ്പിരിറ്റ് ഓഫ് ഗാഡ്. നിങ്ങൾ ഈ ഭൂമിയിൽ, ഞാനിവിടെ നിങ്ങളുടെ കാല് മാത്രമേ വരയ്ക്കുന്നുള്ളേ, കാലും കൈയും ഒക്കെ വരയ്ക്കുന്നുള്ളേ, തെറ്റിദ്ധരിക്കരുത്. നിങ്ങളുടെ തല എവിടാ? ഇവിടെയാ. ഓക്കെ, നിങ്ങളെ കണക്ട് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. നിങ്ങൾക്ക് പുത്രത്വത്തിൻ്റെ ആത്മാവുണ്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ബുദ്ധി ഇവിടെ ഇരിക്കുക, നിങ്ങളുടെ ബുദ്ധിയാണെന്ന് വിചാരിച്ചോ. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോഴാണ് ഈ കണക്ഷൻ വരുന്നത്. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എത്ര അടുത്തുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾ ഭൂമിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ അടുത്താണോ ദൂരെയാണോ?
എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവിനെയാണ് പൗലോസ് അവതരിപ്പിച്ചത്. പുത്രത്വത്തിന്റെ ആത്മാവ്, അതാ യേശുവിന്റെ ആത്മാവ്. ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മളെ കൊണ്ട് എന്ത് പറയിക്കുന്നു? അബ്ബാ പിതാവേ എന്ന് വിളിപ്പിക്കുന്നു. മാത്രമല്ല പൗലോസ് അത് പറഞ്ഞു. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന് കീഴ്പ്പെട്ട് പറയട്ടെ. പൗലോസ് അന്നേരം അത് മാത്രം പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ, പരിശുദ്ധാത്മാവിൽ, പുത്രത്വത്തിന്റെ ആത്മാവ് മാത്രമല്ല, അധികാരത്തിൽ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുവാനുള്ള അധികാരത്തിൽ കർത്താവ് നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യം, നിങ്ങളുടെ സാമ്പത്തികം, ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം നല്ല അന്തസ്സായിട്ട് നടത്തിത്തരും. ഭയപ്പെടേണ്ട. അതിനൊരുപാട് പ്രാർത്ഥന വേണ്ട, ഒരുപാട് കഷ്ടപ്പെടേണ്ട, ഒരുപാട് പ്രയാസപ്പെടേണ്ട. വളരെ സിമ്പിളാണ്. പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരിങ്ങനെ സൂപ്പർ സ്റ്റാറുകളായിട്ട് മിന്നി നടക്കുന്നതിൻ്റെ പുറകിലുള്ള റീസൺ ഇതാണ്, രഹസ്യം ഇതാണ്. എത്ര പേർക്ക് ഇന്ന് രഹസ്യം മനസ്സിലായി? ഞങ്ങൾ ഇതിനകത്ത് എക്സ്പേർട്സ് ആണ്. ഞങ്ങൾക്ക് തമ്മിൽ ഒത്തിരി വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. ഞങ്ങൾക്കറിയാം ഈ ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കും, എവിടെ പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാം. മനുഷ്യ ഹൃദയങ്ങളിൽ എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിന് ഇടപെടാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. എത്ര പേർക്ക് ഇങ്ങനെ അറിയണം? എത്ര പേർക്ക് ഈ ഒരു പ്രാഗൽഭ്യം വേണം? പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെ ആരുടെ ഹൃദയത്തിൽ തൊടുന്നു, പരിശുദ്ധാത്മാവ് എത്ര പേർക്ക് അറിയാൻ ആഗ്രഹമുണ്ട്? പെട്ടെന്ന് നിങ്ങളൊരു വചനം എടുത്തുകൊണ്ട് വരിക. യോഹന്നാൻ 3 അങ്ങനെ അല്ലല്ലോ പറഞ്ഞേക്കുന്നേ. അത് യോഹന്നാൻ 3 എന്താ പറഞ്ഞേക്കുന്നത്? ആത്മാവുള്ളവരെങ്ങനെ അവർ കാറ്റുപോലെ വന്ന് അവരിഷ്ടമുള്ളടത്തേക്ക് പോയി. അതാണോ വാക്യത്തിൻ്റെ അർത്ഥം? നിങ്ങൾ ഓർത്തോണേ, ഈ വാക്യം മനസ്സിലാക്കാതെ പണ്ട് പിശാച് ഇങ്ങനെ ഒരു നമ്പർ കർത്താവിനടുത്ത് ഉപയോഗിച്ചത്. കർത്താവ് വാക്യം ഉപയോഗിച്ചപ്പോൾ പിശാച് എന്ത് ചെയ്തു? കർത്താവ് എന്ത് ചെയ്തു? തിരിച്ച് വാക്യത്തിൽ പ്രയോഗിച്ച് പറഞ്ഞു വിട്ടു. ആ തൻ്റെ സഭയ്ക്കുണ്ടാകട്ടെ. ഒരു വിഷയം പറയുമ്പോൾ അതിന് യാതൊരു ബന്ധമില്ലാത്ത, അതിൻ്റെ ശബ്ദം കേട്ടുള്ളൊരു വാക്യം എടുത്തു വെച്ചേച്ചും ദൈവമക്കളെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഇന്നും ഇന്നലെയല്ല പിശാച് തുടങ്ങി. അറിഞ്ഞിരിക്കണം, വാക്യത്തിനകത്തല്ല, അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന, അതിനെ നിറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാണ് പ്രാധാന്യം. അതുകൊണ്ടാണ് യേശു പറഞ്ഞു ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. പിശാച് വന്ന് പറഞ്ഞു. പിശാച് മാത്രമല്ല, പകുതി അറിയാവുന്നവരൊക്കെ വാക്യം എടുത്ത് ഉപയോഗിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വാക്യം ഉപയോഗിച്ച് കളയും, വിരട്ടിക്കളയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കുറേ വാക്യങ്ങൾ ഇങ്ങോട്ട് എടുക്കും, അങ്ങ് വിരട്ടിക്കളയും. ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ എഴുതിയിട്ടുണ്ട്, പറയട ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിനുള്ള പ്രാഗൽഭ്യം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ആ പ്രാഗൽഭ്യം ഉണ്ടാണെങ്കിൽ പുത്രത്വത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയും കൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മൾ തർക്കത്തിനൊന്നും പോകരുത്, വടക്കിന് പോകരുത്, ശാന്തമായിട്ടിരിക്കാൻ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അപ്പനുണ്ട്, നമുക്ക് വേണ്ടി പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മളെ കൊണ്ട് രാത്രി സമയങ്ങളൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. കർത്താവ് തള്ളി എഴുന്നേൽപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ. രാത്രി ഡ്യൂട്ടി ഒന്നും കർത്താവിന് വിഷയമല്ല. സ്വത്രം അവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ചോണം യേശുവിൻ്റെ നാമത്തിൽ. It's the power of intercession is on you. നിങ്ങളിൽ പലർക്കും ഇന്റർസെഷൻ ഉള്ളവരെല്ലാം കൈകളൊന്ന് ഉയർത്തിക്കേ. ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് വിളിച്ചവരെല്ലാം ഒന്ന് കൈ ഉയർത്തിക്കേ. ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഉയർത്തി വെച്ചാട്ടെ. നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം എന്ന കൈ ഞാൻ പറയുന്നവരെ താത്തിയിടരുത്. നിനക്കുണ്ട് എസ്തർ എന്നുള്ള വിളി കേട്ടതില്ലയോ? പൊക്ക് കൈ യേശുവിൻ്റെ നാമത്തിൽ. കളിയല്ല, തമാശയല്ല. നിങ്ങൾക്ക് കിട്ടുന്ന ദൂത് ഞാൻ ഓർക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കി എല്ലാവരും കണ്ണുകൾ അടച്ചേച്ച്. നിങ്ങൾക്കുള്ള ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ദൈവദാസന് വേണ്ടി, ദൈവദാസന്മാർക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, ഇവിടുത്തെ ഭരണകൂടത്തിന് വേണ്ടി, ഭരണാധിപന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് വിടുതൽ വരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദേശത്തിന് വിടുതൽ വരും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സഭ അനുഗ്രഹിക്കപ്പെടും. അഭിഷേകത്താൽ ദൈവം നിങ്ങളെ നിറയ്ക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ചില വ്യത്യാസങ്ങൾ വരുമെന്ന് നിങ്ങളുടെ കണ്ണാലെ നിങ്ങൾ കാണുമെന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ വിളിച്ചു പറയുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നടക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് നടക്കും. കർത്താവ് പറയും, എന്റെ മോൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ പ്രാർത്ഥിച്ചത് കൊണ്ട് നടക്കും. അവൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുക്കും. അതാ നമ്മുടെ കർത്താവ്. സ്വത്രം. കരങ്ങൾ താത്തിയിട്ടെ. എനിക്കൊരു ഒരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ നിർത്താം. നിങ്ങളുടെ സമയം എനിക്ക് വിലപ്പെട്ടതാണ്, എൻ്റെ സമയം വിലപ്പെട്ടതാണ്. ഞാൻ 11 മണി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കൊക്കെ പേരറിയാവുന്ന വളരെ പ്രസിദ്ധനായ നല്ലൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇന്ന് കേരളത്തിൽ ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കൊക്കെ പേരറിയാം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ഒരു പെന്തക്കോസ്ത് രീതിയിലൊക്കെ തന്നെയാണ്, എന്നാൽ നല്ല രോഗസൗഖ്യമൊക്കെ നടക്കും ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ 2003 ഞാൻ ഒന്ന് കണ്ടു. പരിചയപ്പെട്ടൊന്നുമില്ല, ഒന്ന് കണ്ടിരുന്നു. അദ്ദേഹം പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു ദേവദാസൻ്റെ ശുശ്രൂഷയിൽ യൂത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അന്നും പുള്ളി നല്ല ശക്തനാണ്.
അന്ന് പുള്ളി അവിടെ വന്ന് യൂത്തിനോട് പറയുമ്പോൾ നമുക്ക് പരിചയമുള്ള ദൈവദാസനെ ഒന്ന് കാണാൻ ഒരു ആവശ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊന്ന് പോകണമായിരുന്നു. അവിടെ ഒന്ന് പോയപ്പോൾ ഈ ചെറുപ്പക്കാരൻ വന്ന് പ്രസംഗിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആരാണ്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ അന്ന് അവൻ ദൈവദാസൻ പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് വേണ്ടി കർത്താവ് അത് ചെയ്തു തരും. ആർക്ക് വേണ്ടിയോ അവര്? അന്ന് ഞാൻ ചിന്തിക്കും, ഇവൻ ആരടാ, മൊട്ടയെന്ന് വിരിഞ്ഞവൻ 2 പ്രസംഗം പ്രസംഗിച്ചെന്ന് പറഞ്ഞു. നമ്മളൊക്കെ എത്ര പ്രസംഗം കേട്ടതാ. ഒരു 35 വയസ്സ് കാണും അല്ലേ ദിവസം? ഈ മസ്റ്റ് ബി അറൗണ്ട് 30, 34, 35. നല്ല നിങ്ങൾക്കറിയാം, പേര് പറയുന്നില്ലെന്നുള്ളത്. അന്ന് അദ്ദേഹത്തിനൊരു ഇപ്പം 35 ആണെങ്കിൽ 28 ഒരു 20. അപ്പം നമ്മളന്ന് പിന്നെ എല്ലാം തികഞ്ഞ വേദവസം മുഴുവൻ പഠിച്ച് നല്ല സൂപ്പറായിട്ട് നിൽക്കുക. നമ്മളെ വിശുദ്ധിയിലും വേർപാട് ഇങ്ങനെ കീഴ്പ്പെട്ടൊക്കെ ഇരിക്കുന്ന കാലഘട്ടം. സ്വത്രം. ഞാൻ പറയും, എന്തൊരു അഹങ്കാരം ഇവൻ്റെ. ഞാൻ ഇവനെ കഥാവേ, ഇവന് താഴ്മ കൊടുക്കണേ. കാര്യം ശരിയാണ്. പുള്ളി പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു ഇതിലൊക്കെയാണ് പറഞ്ഞത്. പുള്ളി ആരോട് ഫോണിൽ പറയാണ്, ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ദൈവം കേൾക്കും. പക്ഷെ ആ തത്വം ശരിയാ. ആ ചെറുപ്പക്കാരന് വേണ്ടി ദൈവം ചില പ്രാർത്ഥനകൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ മോള് ചോദിക്കുക, പപ്പാ എനിക്കൊരു കാര്യം വേണം. നോ, ഞാൻ പറയുന്ന മാത്രം അങ്ങോട്ട് സ്വീകരിച്ചാൽ മതി. ഞാൻ അങ്ങനെ പറയത്തില്ല. അവക്കൊരു വ്യക്തിത്വമുണ്ട്, എൻ്റെ മക്കൾക്കൊരു വ്യക്തിത്വമുണ്ട്. ഇല്ലേ? എടി നീ ചോദിച്ചോണ്ട് പപ്പ തരാം. എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ഇതൊരു വലിയ സംഭവമാണ്, മർമ്മമായി പറയുന്നത്. പിശാച് ദൈവത്തോട് വെല്ലുവിളിക്കും, ഈ ലോകത്തെ നശിപ്പിക്കാൻ പോവാ. ദൈവം പറയും, എന്റെ മക്കൾ പ്രാർത്ഥിക്കുന്നു, നശിപ്പിക്കാൻ ഒക്കത്തില്ല. പലരും അമേരിക്കയ്ക്ക് വിധി എഴുതുമ്പോൾ സഭയോട് ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾ കാരണം എന്റെ ദൈവം ഈ ദേശത്തെ പിന്നെയും മാനിക്കും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ കാരണം കർത്താവ് ഭൂമിയെ പിന്നെയും നേരെയാക്കും. നിങ്ങൾ കാരണം, നിങ്ങൾക്ക് വേണ്ടി. യു ആർ സോ വാല്യുബിൾ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. നിങ്ങൾ എന്താ വിചാരിച്ച? ഒന്ന് സ്നാനപ്പെട്ടിട്ട് സ്നാനത്തെ കുറിച്ച് അറിയാൻ മേലാത്ത നിന്ദിക്കാൻ കർത്താവ് ഇട്ടേക്കാണോ? എന്താ നിങ്ങൾ വിചാരിച്ചേ? ഞാൻ ചോദിക്കട്ടെ, സ്നാനപ്പെട്ടു, എന്നാ പിന്നെ പിടിച്ചോ? അല്ല, ഒരു വെളിപ്പാട് കിട്ടി, അതിനുവേണ്ടി നിന്നപ്പോൾ എല്ലാവരും കൂടി ഇട്ട് നിന്ദിക്കാൻ അങ്ങ് ഇട്ടേക്കാണോ? നമുക്ക് ചോദിക്കാനും പറയാനൊരു അപ്പനുണ്ടെന്നേ. എടാ, അപ്പം തരാത്ത വെളിപ്പാട് വല്ലതും നമുക്കുണ്ടോ? വെളിപ്പാട് തന്ന ദൈവം നിലനിർത്താനും വിശ്വസനാ. ആ തന്റെ ഷിജു പാസ്റ്റർക്കുണ്ട്. എത്ര പേർക്കുണ്ട്? സഭ നാടാന്ത വിളിച്ച ദൈവം അത് നിലനിർത്താനും തന്റെ ഉള്ളവനാ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ബഹുമാനത്തോടെ പറയാണ്, നിങ്ങളെ ഉറപ്പിക്കാൻ മാത്രം പറയാണ്. കത്താൻ അറിയാം, എത്ര അഭിഷിക്തന്മാരിരുന്ന് പ്രാർത്ഥിച്ച എവൻ ഇവിടുന്ന് പോണേ. അഭിഷിക്തന്മാർ. അഹങ്കാരമല്ല, ഞാൻ അവരിൽ ഏറ്റവും കുറഞ്ഞവനാണ്. പക്ഷെ ദൈവം ഒരിടത്ത് നിർത്തിയാൽ ഉറപ്പിച്ച് മാനിക്കാതെ വിടത്തില്ല. ദൈവം എന്നെ നിങ്ങളെ ഒന്നിന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാതൊന്നും ദൈവം എടുക്കത്തുമില്ല. സ്തോത്രം. ഉറപ്പിക്കുക കർത്താവ്, ഉറപ്പിക്കുക. സ്തോത്രം. നമുക്ക് ചോദിക്കാനും പറയും, സ്വർഗത്തിലൊരു ദൈവമുണ്ട്. പക്ഷെ അത് ജഡത്തിലല്ല അത് വെളിപ്പെടുന്നത്, ആത്മാവിൽ വെളിപ്പെടും. എങ്ങനെയാ ഞാൻ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, കാണേണ്ടവരെ കണ്ണ് തുറക്കണേ, ദൈവത്തിന്റെ പ്രവൃത്തി അവരറിയണമേ, അവരും ഈ സന്തോഷത്തിൽ അവരും ആനന്ദിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ദൈവം തരും. ചിലപ്പോൾ പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് വേണ്ടി ആ ലക്ഷണം ഒന്ന് കാണിക്കണം. പ്രാർത്ഥിക്കോ, എനിക്ക് വേണ്ടി ആ ലക്ഷണം കാണിക്കട്ടെ. ഈ സഭയെ പ്രായമുള്ള ചിലർ, അവരെ കൂടെ സാക്ഷി നിർത്തി കർത്താവിൽ പറയുക, അവർക്ക് പണ്ടേ ലോകത്തിൽ നിന്ന് പോകാൻ ഇഷ്ടമാണ്. പക്ഷെ അവരുടെ പ്രാർത്ഥന ചിലത് ഉത്തരം കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുക. അവർക്ക് ഈ ലോകത്തെ സ്നേഹിച്ചിട്ടോ ഭൂമി അള്ളിപ്പിടിച്ചിട്ടോ ഒന്നും അല്ല. അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കർത്താവ് ചിലത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കത് കാണുമെന്നുറപ്പാ, അത് കണ്ട് സ്തോത്രത്തോടെ ഞങ്ങൾക്ക് പോണം. എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? എഴുന്നേറ്റ് നിന്നാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ഓക്കേ, ഹല്ലേലൂയ. അപ്പന്റെ ആ സ്നേഹവും ആ കൃപയും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി പൽക്കാലം നിങ്ങളെ ടച്ച് ചെയ്യട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാ കർത്താവ് പറഞ്ഞേ. നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടെന്നാ പറഞ്ഞേ. നിങ്ങളെ അപമാനിക്കുന്നതിനെല്ലാം കർത്താവ് മാനിക്കാൻ പോവാന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കാൻ പോവുക. ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ, പിശാച് എനിക്ക് പ്രതികൂലം കൊണ്ടുവരുന്നതിനൊക്കെ ദൈവവേലയിൽ കാണണമേ, ഒരുമിച്ച് പ്രവർത്തിക്കാൻ ദൈവം ഇടയാക്കണമേ. കമോൺ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞെങ്കിലും പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ബലത്തോടെയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. തനിയെ പ്രാർത്ഥിക്കുവാൻ, ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥിച്ച് പലതും നേടിയെടുക്കുവാൻ, ദൈവത്തിന്റെ തേജസ് ദേശത്ത് വിളങ്ങുന്നത് കാണുവാൻ, തലമുറയുടെ നന്മ കാണുവാൻ, കെട്ടിക്കിടക്കുന്നതൊക്കെ മാറി വരുവാൻ, നദി ഒഴുകുവാൻ. ഇന്ന് പകൽക്കാലം ഞാനൊരു വിഷയം വിളിച്ച് പറയട്ടെ. കാണുന്നത് നിങ്ങളിൽ ചിലർ ഒഴുകി വരുന്നെങ്കിലും ചിലത് തടയുന്നുണ്ട്.
എന്നിട്ട് നിങ്ങൾ കാലെടുത്ത് വെച്ച് മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ നിങ്ങളുടെ പുറകെ ഒരു തിര വന്ന് പൊക്കിയെടുത്ത് നിങ്ങളുടെ ആ തടസ്സത്തിന് മോളിൽ നിങ്ങളെ കൊണ്ടുവന്ന് ഞാൻ കാണുന്നു. ഓ, നിങ്ങൾ ഇനി കഷ്ടപ്പെടണ്ട, ആ തിര വരുന്നുണ്ട്. The great move of the Holy Ghost is coming on you in the name of Jesus. Hallelujah. എന്റെ ദൈവത്താലേ സകലത്തിലും മതിയായവൻ ഞാനെന്നറിഞ്ഞിടും. എന്റെ താഴ്ചയിലും സമൃദ്ധിയിലും ദൈവം നടത്തി. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ ഓരോന്ന് നടത്തിയിടും. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യങ്ങൾ ഓരോന്ന് നടത്തിയിടും. ഓ, ആത്മാവിൻ ശക്തിയാൽ അനുദിനം യേശു എന്റെ കൂടെയുള്ളതാ. ഇനി ക്ലേശങ്ങളിലേക്കും ശരണമവൻ ഭൂവിലും ഞാൻ നീങ്ങില്ല. ഇനി ക്ലേശങ്ങളിലേക്കും ശരണമവൻ ഭൂവിലെങ്ങും ഞാൻ സകലത്തിലോ മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എന്റെ താഴ്ചയിലോ സമൃദ്ധിയിലോ ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരിൽ. എന്റെ ആവശ്യങ്ങൾ ഓരോന്നെ നടത്തിയിടും. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എന്റെ ആവശ്യം പ്രാർത്ഥിക്കുക. പക്ഷെ ജോർജ് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ സർവീസ് പരിശുദ്ധ പിതാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായി, നല്ല ആരാധനയ്ക്കായി, നല്ല ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവേ, ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് ഞങ്ങൾ. കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കാത്ത മനുഷ്യന്മാർക്ക് പോലും അവരുടെ ആഗ്രഹപ്രകാരം ലോകത്താലുള്ള മാനം, മനുഷ്യരാലുള്ള മാനം കൊടുക്കുന്ന ദൈവമാണ് നീ. എന്നാൽ ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവത്തിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്ന ഞങ്ങൾക്ക് എത്ര അധികമായി മറുപടി തരുമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചുള്ള കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവത്തിന്റെ ചെവി തുറന്നിരിക്കുകയാണ്. ദൈവങ്ങൾ വിശ്വാസത്തോടെ നമ്മൾ ഏത് വിഷയം പ്രാർത്ഥിച്ചാലും കർത്താവ് പറയുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് എന്റെ ചെവി തുറന്നിരിക്കുന്നു. നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം നിങ്ങളോട് അരുളി ചെയ്യുന്നു. കർത്താവിന്റെ ചെവി, പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ നിരന്തരം ജാഗരൂകമായി തുറന്നിരിക്കുന്നുവെന്ന് ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് ഇത്ര നല്ലവനായ ഒരു ദൈവം. അടിയങ്ങൾ കർത്താവെ ഒന്നുമല്ല എങ്കിലും, ഒന്നുമല്ല എങ്കിലും അഖിലാണ്ടത്തിലെല്ലാം ഉടയവനായ ദൈവം, ഒരു നിമിഷം കൊണ്ട് ഭൂമിയുടെ മുഖത്ത് പുതുക്കാൻ കഴിയും ദൈവം, ആകാശത്തെ താൻ വിരിക്കുന്ന ദൈവം, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കിയ വലിയ ദൈവം, സകല ചരാചരങ്ങളെയും ഇല്ലായ്മ വിളിച്ചു വരുത്തി ഈ വലിയ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ തുറന്നിരിക്കുന്നതിനായിട്ട് വിശ്വാസത്തോടെ ധൈര്യത്തോടെ പ്രാർത്ഥിക്കുവാൻ പുത്രത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പുത്രത്തിന്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദൈവം തീരുമാനങ്ങളെ മാറ്റും, നിയമങ്ങളെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഇന്ന് മഴക്കാലം പുത്രത്തിന്റെ ആത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുവാനാകട്ടെ. ആ നിർണയം, ആ ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ശക്തമായി ഓടി ആഴത്തിലേക്ക് ഇറങ്ങട്ടെ. സാധാരണക്കാരല്ല, സാധാരണക്കാരാണെങ്കിലും പുത്രത്തിന്റെ ആത്മാവ് ഞങ്ങളിലുണ്ട്. അത് ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നു, അത് ഞങ്ങളെ സ്വർഗീയന്മാരാക്കുന്നു, അത് ഞങ്ങളെ ദൈവ മക്കളാക്കുന്നു. അതിനായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു കർത്താവേ. വചനങ്ങൾക്കായി സ്തോത്രം, നിന്റെ മകനായിട്ട് സ്തോത്രം, ശുശ്രൂഷകൾക്കായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയും നീ മാത്രം മഹത്വപ്പെടുത്താട്ടെ. നിന്റെ ഇഷ്ടം എല്ലാ തലത്തിലും ഈ സഭയിൽ ഞങ്ങളുടെ ഓരോ ജീവിതത്തിൽ നിറവേറ്റാട്ടെ. ഈ ദേശത്ത് യേശു വെളിപ്പെടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്ത ഞായറാഴ്ച പിന്നെയും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ.